ദ്വിദിന കരിക്കുലം വർക്ക്ഷോപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ചടങ്ങിന് സ്വാഗതം ആശംസിക്കുന്നതിന് ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനുകളുടെ ഏകോപനത്തിനായി രൂപീകരിച്ച സ്പെഷ്യൽ സെല്ലിലെ റിസർച്ച് ഓഫീസർ ഡോക്ടർ സുധീന്ദ്രനെ ക്ഷണിക്കുന്നു. Good morning to all. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിൽ വരുത്തുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി 3 കമ്മീഷനുകളെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ കമ്മീഷനുകൾ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായി സർക്കാർ പരിശോധിച്ച് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ സിലബസ് പരിഷ്കരണം, അതല്ലെങ്കിൽ കരിക്കുലം പരിഷ്കരണം. ഈ കരിക്കുലം പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ആരംഭമാണ് ഇന്ന് നമ്മളിവിടെ കുറിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരളത്തിലെ കരിക്കുലം ഏത് രീതിയിലായിരിക്കണം, ഭാവി തലമുറയെ വാർത്തെടുക്കേണ്ടതിൻ്റെ രൂപകൽപ്പനകൾ ഏത് രീതിയിൽ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് പരിഗണിച്ച് പോകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ രംഗത്തെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഈ ശില്പശാലയുടെ കേരളത്തിലെ കരിക്കുലം പരിഷ്കരണങ്ങളുടെ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചറാണ്. ബിന്ദു ടീച്ചറെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ചടങ്ങിൽ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് സാറാണ്. രാജൻ വർഗീസ് സാറിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊപ്പം മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ മുൻ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രമുഖ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുരേഷ് ദാസ് സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മോടൊപ്പം വേദിയിൽ പ്രഭാഷണങ്ങൾ നടത്താമെന്ന് ഏറ്റിട്ടുള്ളത് പ്ലാനിംഗ് ബോർഡ് അംഗം പ്രൊഫസർ ജിജു പി അലക്സ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കാലിക്കറ്റ് സർവകലാശാല മുൻ പ്രൊഫസർ കൂടിയായിട്ടുള്ള ഡോക്ടർ കെ എൻ ഗണേഷ് സാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സാറിനെയും നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിവിധ സർവകലാശാല പ്രതിനിധികൾ, കോളേജുകളിൽ നിന്നും എയ്ഡഡ് സർക്കാർ കോളേജുകളിൽ നിന്നുള്ള പ്രതിനിധികൾ, മറ്റു വിദഗ്ധർ, അതോടൊപ്പം തന്നെ മാധ്യമ പ്രതിനിധികൾ, നിങ്ങളെ ഓരോരുത്തരെയും ഈ 2 ദിവസത്തെ ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ഡോക്ടർ സുധീന്ദ്രൻ. ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ബഹുമാന്യനായ ഡോക്ടർ രാജൻ വർഗീസ്, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് ദാസ്, തുടർന്ന് നമ്മെ അഭിസംബോധന ചെയ്യുന്ന ബഹുമാന്യനായ ഡോക്ടർ കെ എൻ ഗണേഷ്, ഇവിടെ ഈ കരിക്കുലം വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ഒരു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റും എന്ന പ്രഖ്യാപിത ലക്ഷ്യവുമായാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ യുഗത്തിൽ വൈജ്ഞാനികമായ അന്വേഷണങ്ങളെയും ശാസ്ത്രീയമായ വീക്ഷണങ്ങളെയും സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങളെയുമെല്ലാം ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാൻ കഴിയുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ന്യൂ നോളജ് സൊസൈറ്റി എന്നുള്ളതുകൊണ്ട് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. അതിനനുയോജ്യമായ നിലയിൽ
ഈ പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകേണ്ട മേഖല എന്ന തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗണ്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒന്നാമത് പരിഗണന നൽകിക്കൊണ്ട് തന്നെയുള്ള സമീപനമാണ് സർക്കാർ ഈ കാലത്ത് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസ മേഖല നേരത്തെ തന്നെ അതിൻ്റെ മികവും തികവും ലോകത്തിൻ്റെ മുൻപാകെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു പ്രക്രിയയാണ് അനുപമമായിട്ടുള്ള കേരള മോഡലിൻ്റെ മൂലക്കല്ലുകളിൽ ഒന്നായിട്ട് നിന്നിട്ടുള്ളത്. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയുടെ സാർവത്രിക സ്വഭാവം, അതുപോലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യപരവും ജനകീയവുമായിട്ടുള്ള ഇടപെടലുകളൊക്കെ തന്നെ നേരത്തെ തന്നെ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവിക തുടർച്ചയായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഏറ്റവും നല്ല നിലയിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അടിസ്ഥാന സൗകര്യ വികസനവും അക്കാദമിക ഗുണമേന്മയുമെല്ലാം നമുക്ക് ആ മേഖലയിൽ ഉറപ്പു നൽകാൻ കഴിഞ്ഞു. പക്ഷേ ആ അളവിലുള്ള ഗുണാത്മക വളർച്ച ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന പരിശോധന ഇപ്പോഴും അത് അത്രത്തോളം അങ്ങോട്ട് വന്നിട്ടില്ല എന്നുള്ള തീരുമാനങ്ങളിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ആ ഒരു വസ്തുതയെ കൂടി മുൻനിർത്തിയാണ് കഴിഞ്ഞ ബജറ്റ് അവതരണ വേളയിൽ ആദ്യ പരാമർശം ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിരുന്നു. 1000 കോടി രൂപയിലധികം ആ മേഖലയിൽ വിന്യസിച്ചുകൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്ന് മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ഉടനെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് മൂർത്തമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നതിനു വേണ്ടി 3 കമ്മീഷനുകളെ നിയോഗിക്കുകയുണ്ടായി. അതിൽ സാമാന്യേന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പൊതുവിൽ വരുത്തേണ്ടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കുന്നതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയുടെ അധ്യക്ഷൻ അംബേദ്കർ സർവകലാശാലയുടെ സ്ഥാപക വൈസ് ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ ഒരാളായിട്ടുള്ള ശ്യാം മേനോൻ ആയിരുന്നു. ആ കമ്മീഷൻ്റെ കൺവീനർ നമ്മുടെ ശാസ്ത്രരംഗത്ത് ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഭട്നാഗർ പുരസ്കാര ജേതാവും പത്മശ്രീയും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ ടി പ്രദീപ്, തളാപ്പിൽ പ്രദീപ് ആയിരുന്നു അതിൻ്റെ കൺവീനർ. അതിൻ്റെ അംഗങ്ങളായവരും ഇന്ത്യയിലെ ഏറ്റവും മികച്ച അക്കാദമീഷ്യന്മാർ എന്ന് വിലയിരുത്താൻ കഴിയുന്ന വ്യക്തികളായിരുന്നു. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉടനെ വരുത്തേണ്ടുന്നതായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കേന്ദ്രത്തിലുള്ള ഒരു കാര്യം കരിക്കുലം കാലാനുസാരിയായി പരിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 21ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദം പിന്നിടുകയാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാധുനിക ലോകം മാറ്റങ്ങളുടെ ഭാഗമായുള്ള വലിയ വെല്ലുവിളികളാണ് ഇന്ത്യയെ പോലുള്ള ജനസമൂഹത്തിൻ്റെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നത്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മൾ 20ാം നൂറ്റാണ്ടിൽ നിന്ന് 21ാം നൂറ്റാണ്ടിലേക്ക് അറച്ചറച്ച് വളരെ വിമുഖതയോടുകൂടി പ്രവേശിക്കാൻ ആരംഭിക്കുന്നതേ ഉള്ളൂ. ആ ഒരു കുറവ് നമുക്ക് നികത്തേണ്ടതുണ്ട്. മാത്രമല്ല, സമൂലവും സമഗ്രവുമായ പരിഷ്കരണത്തിലൂടെ ബോധന രീതി സമ്പ്രദായങ്ങൾ പോലും വളരെ സമഗ്രമായ രീതിയിൽ പരിഷ്കരിക്കാവുന്ന നിലയിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് സർക്കാർ അഭിലഷിക്കുന്നത്. പഠന പ്രക്രിയ സർഗാത്മകവും സ്വതന്ത്രവും സ്വച്ഛന്തവും ആയാൽ മാത്രമേ കുട്ടികൾ പഠിക്കാൻ തൽപരരാവുള്ളൂ. കേരളത്തിൽ നിന്ന് കൂട്ടത്തോടെ കുട്ടികൾ വിദേശങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതിൽ ഒരു പരിധിവരെ വസ്തുതയുമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കടുത്ത പാരതന്ത്ര്യം അവർ നമ്മുടെ സംസ്ഥാനത്ത് ജീവിതത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വിനീതമായ അഭിപ്രായമാണ്, തെറ്റുണ്ടാവും. എന്തായാലും
പഠന പ്രക്രിയ എന്നുള്ളത് ലേണിംഗ് എന്നുള്ളതാവണം. ടീച്ചിങ് എന്നുള്ളത് സെക്കൻഡറി മാത്രമാണ്. കുട്ടികൾ ഇപ്പോഴും നമ്മൾ പെഡഗോജി എന്നാണ് പറയുന്നത്. കുട്ടികളെ പഠിപ്പിക്കാനുള്ള ബോധനശാസ്ത്രം അതാണ് ഇപ്പോഴും. അതിൽ നിന്ന് ആൻഡ്രാഗോജിയിലേക്ക് വളരാൻ ഈ കാലത്ത് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. സെൽഫ് ലേണിങ്ങിലേക്കും എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലേക്കും കടന്നു വരാൻ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇവിടെ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുടെ വികാരങ്ങൾ വ്രണപ്പെടുമെന്ന് അറിയില്ല, എന്നാലും പറയാതിരിക്കാൻ വയ്യ. നമുക്ക് അധ്യാപകരുടെ ഡിക്റ്റേറ്റർഷിപ്പിൽ നിന്ന് ക്ലാസ് മുറികളെ വിമോചിപ്പിക്കണം. ഇത് ഞാൻ പറയുമ്പോൾ എന്നോട് പരിഭവം തോന്നരുത്. ഞാനും അധ്യാപക സമൂഹത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് എനിക്ക് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അത് പറയാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ സ്കൂളിൽ പ്രവൃത്തിയുന്മുഖ വിദ്യാഭ്യാസവും ഡയലോജിക്കലായിട്ട് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന രീതിയുമൊക്കെ നല്ല പോലെ വികസിച്ചിട്ടുണ്ട് എന്ന് പറയാം ഒരളവ് വരെ. പക്ഷെ കോളേജുകളിൽ ഇപ്പോഴും ഏകമുഖമായിട്ടുള്ള ഭാഷണങ്ങൾ തുടരുകയാണ് എന്നുള്ളതാണ് സത്യം. എത്രത്തോളം അത് ഡയലോജിക്കായിട്ട് നമുക്ക് വിഭാവനം ചെയ്യാൻ കഴിയുന്നു. കുട്ടികൾക്ക് ഇൻസ്പിരേഷൻ കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ മൗലികമായ കഴിവുകളും സവിശേഷമായ വാസനകളുമൊക്കെ സ്വച്ഛന്തം വികസിക്കാൻ കഴിവുള്ള സർഗാത്മകമായ രീതിയിലേക്ക് ക്ലാസ് റൂമുകളെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന ഒരാത്മപരിശോധന തീർച്ചയായിട്ടും ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിഭവം ഉണ്ടോ അങ്ങനെ പറഞ്ഞാൽ? ഇൻ ദ റെലം ഓഫ് ഡിക്റ്റേറ്റേഴ്സ് ഡയലോഗ് ഇസ് പ്രൊഹിബിറ്റഡ്, ഓൺലി മോണോലോഗ് ഇസ് പെർമിറ്റഡ്. അപ്പം നമ്മുടെ ഈ മോണോലോഗുകൾ, നമ്മുടെ എന്ന് പറഞ്ഞാൽ അധ്യാപകരുടെ മോണോലോഗ്, ക്ലാസിൻ്റെ ഒരു മൊണോട്ടണിയും ബോർഡമോ ഒക്കെ അവിടെ ഉള്ളതുകൊണ്ട് കൂടിയാണ് നമ്മുടെ കുട്ടികൾ കുറെ കൂടി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന മേഖലകളിലേക്ക്, കുറെ കൂടി സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഇടങ്ങളിലേക്ക് പോകുന്നത് എന്ന് കൂടി വേണം കരുതാൻ. അത് ഒരു ഭാഗം മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ്. തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള ഈ വിടവ് എന്താണ്, അതിൻ്റെ കാരണം എന്താണ് എന്ന് പരിശോധിച്ച് ചെല്ലുമ്പോൾ അത് സ്കിൽ ഗ്യാപ്പാണ് എന്ന് കാണുന്നുണ്ട്. കുട്ടികൾ സൈദ്ധാന്തികമായി കുറേ കാര്യങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അവർക്ക് പ്രായോഗികമായിട്ട് അത് പരാവർത്തനം ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവരായിട്ട് തുടരുകയാണ്. അപ്പം അതുകൊണ്ട് അവരുടെ വൈദഗ്ധ്യ പോഷണത്തിനും നൈപുണ്യ വികസനത്തിന് ഉള്ള സാധ്യതകൾ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഉണ്ടാകണം. കാര്യങ്ങൾ ചെയ്തു പഠിക്കാനുള്ള അവസരം ഉണ്ടാകുമ്പോഴാണ് ആത്മവിശ്വാസവും കർമ്മശേഷിയും ഒക്കെ വർദ്ധിക്കുന്നത്. അപ്പോൾ ലോകത്തെ സംബന്ധിച്ച് വ്യക്തമായി നിർവചിക്കപ്പെട്ട വീക്ഷണമുള്ള അപഗ്രഥന ശേഷിയുള്ള കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തിയുള്ള മനുഷ്യരെയാണ് നാം സൃഷ്ടിക്കേണ്ടത്. അവർ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്ന വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അവഗാഹം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു പൂർണ്ണ വിദ്യാർത്ഥി സങ്കല്പത്തിലേക്ക്, ഒരു പൂർണ്ണ മനുഷ്യനെയാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടോടുകൂടി മികച്ച സാമൂഹ്യ ജീവി കൂടിയായി മാറാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികളെയാണ് നാം സൃഷ്ടിക്കേണ്ടത്. അപ്പോൾ ആ വിദ്യാർത്ഥികളുടെ സർഗശേഷി സ്വതന്ത്രമായിട്ട് വികസിക്കാനുള്ള ഫെസിലിറ്റേറ്റർമാരായിട്ട് നിൽക്കാൻ അധ്യാപകർ തയ്യാറാകണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ആ രീതിയിലായിരിക്കണം നമ്മുടെ കരിക്കുലം നമ്മൾ വിഭാവനം ചെയ്യേണ്ടത്. സ്വയം പഠനത്തിൻ്റെ സാധ്യതകളും സ്വച്ഛന്തമായ അറിവന്വേഷണത്തിൻ്റെ സാധ്യതകളും പ്രവൃത്തിയുന്മുഖ വിദ്യാഭ്യാസത്തിൻ്റെ സാധ്യതകളും ഒക്കെ ഉൾച്ചേരുന്ന ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ആകണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് ഈ കാഴ്ചപ്പാടുകൾ ഇപ്പോൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ ഇല്ല, അല്ലെങ്കിൽ പരിമിതമാണ് ഈ രീതിയിലുള്ള സമീപനം എന്നുള്ളത് കൊണ്ടാണ് കേരള സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് കൃത്യമായിട്ട് വികസിപ്പിക്കണമെന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിനെൻ്റെ ആദ്യ യോഗമാണ് ഇന്ന് ഇവിടെ ചേരുന്നത്. ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് ദാസ് ചെയർമാനായിട്ടുള്ള ഒരു കരിക്കുലം കമ്മിറ്റിക്ക് ഹയർ എഡ്യൂക്കേഷൻ വകുപ്പ് രൂപം കൊടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
യൂണിവേഴ്സിറ്റികളും ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലും തമ്മിൽ മികച്ച ആശയവിനിമയം ശക്തിപ്പെടുത്തിക്കൊണ്ട് കരിക്കുലത്തിന് പല തലങ്ങളിലുള്ള ചർച്ചകളിലൂടെ മാത്രമാണ് നാം അന്തിമ രൂപം നൽകുക. ആ കരിക്കുലം ഫ്രെയിംവർക്ക് വളരെ ബ്രോഡായിരിക്കും, വിശാലമായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും. അതിനകത്ത് നിന്നുകൊണ്ട് സിലബസുകൾ തയ്യാറാക്കാൻ സർവകലാശാലകൾക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, ഈ കരിക്കുലം ഫ്രെയിംവർക്കിനെ അതത് സർവകലാശാലകളുടെ ജൈവ സ്വഭാവം അനുസരിച്ച് അവർക്ക് മാറ്റാനും എല്ലാം ഉള്ള അധികാരവും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. അപ്പം ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സമ്പ്രദായമായിരിക്കണം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകേണ്ടത്. മാത്രമല്ല, അവർ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ആരെങ്കിലും ചാവി കൊടുത്ത് വിടുന്ന യന്ത്രപ്പാവകളായിട്ടോ ബ്രോയിലർ കോഴിക്കുട്ടികളായിട്ടോ അല്ല അവർ നിൽക്കേണ്ടത്. അവർക്ക് അവരവരുടെ കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തിൻ്റെ കാര്യങ്ങളിലും നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും ഈ സമൂഹത്തെ പുനഃസൃഷ്ടിക്കാനും കഴിവുള്ള ഏജൻഷ്യൽ കപ്പാസിറ്റി ഉള്ളവരായിട്ട് അവർ രൂപപ്പെടണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ കരിക്കുലവും നമ്മുടെ അക്കാദമിക അന്തരീക്ഷവും ഒക്കെ ഉണ്ടായിത്തീരേണ്ടത്. മാത്രമല്ല, ഇന്നത്തെ കാലം ഫോർത്ത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ കാലമാണ്. സ്വാഭാവികമായിട്ടും ടെക്നോളജി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വ്യവഹാരങ്ങളിലേക്കും ഓവർ സ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അത് നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു നിയാമക ശക്തിയായിട്ട് മാറിയിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതായത് മനുഷ്യനിർമ്മിത ബുദ്ധി മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മേലെ മേധാവിത്വം ആരോപിക്കുന്ന ഒരു കാലമാണ്. 40 വർഷം മുമ്പ് 1982 ടൈം മാഗസിൻ അതിൻ്റെ മാൻ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത് ഒരു റോബോട്ടിനെയാണ്. ഇന്നൊന്നല്ല, 40 വർഷം മുമ്പാണ്. അന്ന് ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വൈകിയാണെങ്കിലും ഇപ്പോൾ നമ്മളും അതിലേക്ക് പൂർണ്ണമായും എത്തി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റും ആ അർത്ഥത്തിൽ നമ്മുടെ ക്യാമ്പസുകളിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെയുള്ള സൗകര്യവും സാഹചര്യവും നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യമെങ്കിൽ, അടിസ്ഥാന സൗകര്യ വിപുലീകരണത്തിന് സർക്കാരിൻ്റെതായ നല്ല വീക്ഷണത്തോടു കൂടിയിട്ടുള്ള പരിപാടികളുണ്ട്. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊതുവിൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കാഴ്ചപ്പാടുകളും വികസിക്കുമ്പോൾ അതിന് അനുസൃതമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ കോളേജുകളുടെ മാനേജ്മെൻറ്റുകളും, സർക്കാർ കോളേജുകളിലാണെങ്കിൽ കോളേജുകളിലും നമുക്ക് അതിന് സാധിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അലുമിനി എൻഗേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് കോളേജുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ, അതായത് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗകര്യങ്ങളുള്ള ലബോറട്ടറികളും ലൈബ്രറികളും കോമൺ ഫെസിലിറ്റി സെൻറ്റേഴ്സും ഒക്കെ സ്ഥാപനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് കഴിയേണ്ടതുണ്ട്. അത് ഉറപ്പാക്കേണ്ടതുണ്ട്. അത് നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഇതെല്ലാം ചേരുന്ന ഒരന്തരീക്ഷത്തിൽ വേണം പുതിയ കരിക്കുലത്തിന് നാം രൂപം കൊടുക്കാൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് ഒരു മേജറായ വഴിത്തിരിവാവോ എന്നുള്ളത് നമ്മൾ കണ്ടു കാണേണ്ട കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ 3 വർഷ ബിരുദ പഠനമാണ്. അത് 4 വർഷം ആക്കാനുള്ള സാധ്യതകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ യോഗത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ശില്പശാലയിലും എല്ലാവരും അഭിപ്രായങ്ങൾ പറയുമെന്ന് ഞാൻ കരുതുകയാണ്. ഇതിനു മുൻപ് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ ഒരു കൊളോക്യം വിളിച്ചു ചേർത്തിരുന്നു. ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർമാർ ഉൾപ്പെടെ വിദ്യാഭ്യാസ മേഖലയിൽ നേതൃത്വം നൽകുന്ന ആ മേഖലയുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെയും പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടാണ് ആ കൊളോക്യം സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ആ കൊളോക്യത്തിൽ ചർച്ച ചെയ്തതാണ് ഇക്കാര്യം, 4 വർഷ ഡിഗ്രി കോഴ്സ് എന്നുള്ളത്. അതിന് കാരണം അത് അന്തർദേശീയ തലത്തിൽ 4 ഇയർ ഡിഗ്രി കോഴ്സാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതുകൊണ്ട് കുട്ടികൾ PGക്കും പുറത്തേക്ക് പോകുന്നുണ്ട്. PGക്ക് പുറത്തേക്ക് പോകുന്ന കുട്ടികൾക്ക് 4 ഇയർ ഡിഗ്രി കോഴ്സ് ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് 3ാമത്തെ വർഷം ഒരു എക്സിറ്റ് പോയിന്റ് കൊടുത്തുകൊണ്ട്
4 വർഷ ഡിഗ്രി കോഴ്സ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ UGയുടെ കരിക്കുലമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് PGയുടെ ഒരു ബ്രോഡ് കരിക്കുലം ഫ്രെയിംവർക്കും ഉണ്ടാക്കേണ്ടതുണ്ട്. ആദ്യം നമ്മൾ പൂർത്തീകരിക്കേണ്ടത് ഈ UGയുടെ കരിക്കുലം ഫ്രെയിംവർക്കാണ്. ഇനി ഞാൻ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കണ്ടിട്ടുള്ള പ്രാഥമികമായ ഒരു ധാരണ അവതരിപ്പിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഉച്ചയ്ക്ക് ശേഷമുള്ള അവതരണത്തിൽ അതുണ്ടാവും. അതിൻ്റെ കോൺസെപ്ച്വലായിട്ടുള്ള കാര്യങ്ങൾ ബഹുമാന്യനായ ഡോക്ടർ സുരേഷ് ദാസ് സാറും അതുപോലെ ഗണേഷ് മാഷൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ ഈ ഡിഗ്രി കോഴ്സിലേക്ക് കടന്നു വരുന്ന ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വളരെ ഫ്രഷായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒരു കുട്ടിക്ക് ഒരു അടിത്തറ പാകാവുന്ന കോഴ്സുകൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. അവരവരുടെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടത് മാത്രമായിക്കൂടാ, സമഗ്രമായ ലോകവീക്ഷണവും ജീവിത ദർശനവും ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ഉണ്ടായിരിക്കണം ആദ്യ വർഷം തന്നെ. അപ്പോൾ അതിൽ പൊതുവിലുള്ള ജനാധിപത്യ ബോധം, ഭരണഘടനയെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ ലിംഗനീതിയെയും ലിംഗസമത്വത്തെയും സംബന്ധിച്ച കാഴ്ചപ്പാട്, പാരിസ്ഥിതികമായിട്ടുള്ള അവബോധം, ശാസ്ത്രീയമായ വീക്ഷണം ലഭിക്കാവുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ തീർച്ചയായും വേണം. ഭാഷാപരമായിട്ട് അടിത്തറയുണ്ടാകുന്ന കോഴ്സുകൾ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ മേജർ മൈനർ എന്നുള്ള രീതിയിൽ മേജറായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ളതും മൈനർ ഇലക്റ്റീവ്സ് എന്നുള്ള രീതിയിൽ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കാവുന്നതുമായിട്ടുള്ള ഒരു ബ്രോഡ് സ്പെക്ട്രം ഓഫ് സബ്ജക്ട്സും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കോഴ്സുകൾ വിഭാവനം ചെയ്യാൻ പറ്റണം. അതായത് പരമാവധി ഫ്ലെക്സിബിലിറ്റിയും തിരഞ്ഞെടുപ്പിൻ്റെ സാധ്യതകളും കുട്ടികൾക്ക് ഉണ്ടാകണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഒരു കുട്ടിക്ക് മാത്സാണ് അഭിരുചിയുള്ളത്, അതേസമയം സംഗീതവും പഠിക്കാൻ പറ്റണം ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടും നടക്കാവുന്ന രീതിയിൽ. അതുപോലെ സ്കിൽ കോഴ്സുകൾക്കും ക്രെഡിറ്റ് കൊടുക്കാൻ നമുക്ക് കഴിയണം. ASAP ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ കീഴിൽ തന്നെയുണ്ട്. NSQFൻ്റെ അക്രഡിറ്റേഷനുള്ള ഏത് ഗവൺമെൻറ് നോൺ ഗവൺമെൻറ്റൽ ഏജൻസീസിൽ നിന്നും സ്കിൽ കോഴ്സ് കഴിഞ്ഞാൽ അതിന് ക്രെഡിറ്റ് നൽകാവുന്ന ഒരു രീതി സ്വീകരിക്കാമോ എന്നുള്ളത് ഇന്ന് നാളെയുമായി നടക്കുന്ന വർക്ക്ഷോപ്പിൽ ചർച്ച ചെയ്യാവുന്നതാണ്. നിരവധി ASAP അല്ലാതെ നിരവധി ഗവൺമെൻറ്റൽ ഏജൻസീസും ഇത്തരത്തിലുള്ള സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സസ് നൽകുന്നുണ്ട്. അപ്പോൾ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള സ്കിൽ കോഴ്സ്, അത് ചിലപ്പം മ്യൂസിക് ആവാം, ഡാൻസ് ആവാം, എന്തോ ആയിക്കോട്ടെ, അത്തരം സ്കിൽ കോഴ്സുകൾ ക്രെഡിറ്റ് കൊടുത്ത് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുപോലെ ഭാഷാപരമായിട്ടുള്ള കോഴ്സുകൾക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ സമഗ്ര വ്യക്തിത്വ രൂപീകരണത്തിന്, വ്യക്തിത്വ വികസനത്തിനുള്ള കോഴ്സ് ഉൾപ്പെടെ നമുക്ക് ഫൗണ്ടേഷൻ കോഴ്സ് എന്നുള്ള രീതിയിൽ ആദ്യ വർഷം തന്നെ കൊടുക്കാൻ കഴിയേണ്ടതുണ്ട്. പിന്നെ ഇന്നത്തെ നിലയിൽ കേന്ദ്രീകരിക്കുന്ന മേജർ കോഴ്സിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും ഒന്നാം വർഷം പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഇല്ല. അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ പ്രധാനപ്പെട്ട കോഴ്സിലേക്ക് പോകാവുന്ന, പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് പോകാവുന്ന സമീപനം ഉണ്ടാകണമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു പുതിയ കാഴ്ചപ്പാട്. പുതിയ കരിക്കുലത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായി തിരഞ്ഞെടുക്കുന്ന ആ വിഷയം ആഴത്തിൽ പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഫൗണ്ടേഷൻ ഒന്നാം വർഷം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ഒന്നാം വർഷം തന്നെ ഒരു അടിത്തറ ഇടാവുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കരിക്കുലം ഡിസൈൻ ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പ്രാഥമികമായിട്ട് അതിൻ്റെ ഏറ്റവും വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് മൂർത്ത രൂപത്തിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കേണ്ടത് ഇതാണ്, ഈ ആദ്യ വർഷത്തെ. അതിനുശേഷം 2-3 വർഷങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന വിഷയം മേജർ കോഴ്സായിട്ടും ഇലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കാവുന്നവ മൈനർ കോഴ്സുകളുമായിട്ട് പഠിക്കുകയും 3ാമത്തെ ഡിഗ്രി വർഷം എക്സിറ്റ് കൊടുക്കുകയും ആ എക്സിറ്റ് കൊടുക്കുന്ന വർഷം ക്യാപ്സ്റ്റോൺ കോഴ്സ് എന്നുള്ള രീതിയിൽ
ഇപ്പം ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവപൂർണ്ണം പ്രൊജക്റ്റുകളും അസൈൻമെൻറ്റുകളും ഒക്കെ ആയിട്ട് ഈ 3 വർഷം ആർജിച്ചെടുത്ത നേട്ടങ്ങൾ കൃത്യമായി പ്രതിഫലിക്കാൻ സാധ്യമാകുന്ന വിധത്തിലുള്ള ക്യാപ്സ്റ്റോൺ കോഴ്സ് ഫൈനൽ സെമസ്റ്ററിലും എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അവരെ 3 വർഷം കഴിയുമ്പോൾ എക്സിറ്റ് കൊടുക്കാനും കഴിയണം. 4ാമത് വർഷം കൂടുതൽ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള പരിപാടികളിൽ കേന്ദ്രീകരിക്കുക, റിസർച്ച് മെത്തഡോളജി പഠിപ്പിക്കുകയും റിസർച്ചിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുകയും അത് ചെയ്യുകയും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനും ഇൻറ്റേൺഷിപ്പിനുമൊക്കെ ആയിട്ട് 4ാമത് വർഷം നമുക്ക് ഉപയോഗിക്കാം. 4ാം വർഷം പൂർത്തീകരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓണേഴ്സ് ബിരുദം നൽകാം. ഇതൊക്കെ ബ്രോഡായിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താം. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ഞാനീ പറയുന്ന കാര്യമൊന്നും ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, മാറ്റത്തിന് വിധേയമാണ്. ഒരു പ്രാഥമിക ചർച്ചയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രമാണ്. എല്ലാം മാറ്റത്തിന് വിധേയമാണ്. ചർച്ചകളിലൂടെ നമുക്ക് മാറ്റാം. പിന്നെ ഈ 4ാം വർഷ കുട്ടികൾക്ക് 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ അവർക്ക് 1 വർഷം പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് അവർക്ക് PGക്ക് ലാറ്ററൽ എൻട്രി അനുവദിക്കുന്നതിനുള്ള സാധ്യതകൾ നമ്മൾ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ PG കരിക്കുലം റിവിഷൻ ആവശ്യപ്പെടും. പക്ഷെ അതിന് നമുക്ക് സമയമുണ്ട്. ഇവർ 4 വർഷം പൂർത്തീകരിക്കുമ്പോഴേക്കുമൊക്കെ എന്തായാലും നമുക്ക് PGയുടെ കരിക്കുലം റീഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കരിക്കുലർ റിവിഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായൊരു കാഴ്ചപ്പാടുള്ളവരായി തീരണം. അവരുടെ ഭാഗത്തുനിന്ന് മുൻകൈ എടുക്കുന്ന ഒരു പഠന പ്രക്രിയയാണ് നടക്കേണ്ടത്. ഏകപക്ഷീയമായിട്ട് അധ്യാപകർ സമാഹരിച്ചു വച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ള രീതി നമ്മൾ പലപ്പോഴും കുറേ കാലങ്ങളായിട്ട് മാറ്റണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും പൂർണ്ണ അർത്ഥത്തിൽ അത് സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ക്ലാസ് മുറിക്കകത്ത് പറ്റിയിട്ടുണ്ടോ? 2009 ചർച്ച ചെയ്തപ്പോഴും മാറ്റണം എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും അത് ആ മാറ്റത്തിലേക്ക് വരുന്നില്ല. അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുട്ടികൾക്ക് ശ്വാസം മുട്ടിയിട്ടാണ് അവർ ഈ രാജ്യം വിട്ടു പോണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് 1-2 കുട്ടിയൊക്കെ ആകുമ്പോൾ എല്ലാവരും ആ മാതാപിതാക്കളുടെ സമ്മർദ്ദം കുട്ടിക്കാലത്തെ തുടങ്ങുകയാണ്. പിന്നെ അധ്യാപകരും അതിലപ്പുറം സമ്മർദ്ദം. ആരും സ്നേഹപൂർണ്ണം അവരോട് സംസാരിക്കണില്ല. അപ്പം അതിൻ്റെ ഒരു ശ്വാസം മുട്ടലും ഉണ്ടാവും ചിലപ്പോൾ. സ്വതന്ത്ര വ്യക്തിത്വങ്ങളായിട്ട് പ്രഖ്യാപിച്ചു പോണത് അത് തന്നെയാണ് കാരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പല കാരണമുണ്ട്. ഒന്ന് ഇതാവാം. അതുകൊണ്ട് പരമാവധി സ്വാതന്ത്ര്യം കുട്ടികൾക്ക് അനുവദിക്കുന്ന രീതിയിൽ കോഴ്സുകളുടെ തിരഞ്ഞെടുപ്പ്, ക്ലാസ് മുറിക്കകത്തും പുറത്തുമുള്ള പഠന പ്രക്രിയയിൽ അവരുടെ സ്വാതന്ത്ര്യം, അതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടായിരിക്കണം നമ്മുടേത്. പിന്നെ കോഴ്സ് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്ന വിദ്യാർത്ഥിക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള സ്പേസ് ഉണ്ടാക്കേണ്ടതുണ്ടോ എന്നും ചർച്ച ചെയ്യുക. അത് നല്ല കാര്യമായിരിക്കുമെന്ന് കരുതുന്നു, പ്രത്യേകിച്ച് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എത്ര ക്രെഡിറ്റുകൾ ആർജിക്കണം, ആ ക്രെഡിറ്റുകൾ ഏതെല്ലാം വിധത്തിലാണ് ആർജിക്കേണ്ടത് ഇത്യാദിയായിട്ടുള്ള സാങ്കേതികമായ കാര്യങ്ങൾ ഉച്ചതിരിഞ്ഞതിന് ശേഷമുള്ള അവതരണത്തിൽ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്കിൽ കോഴ്സുകളും ഫൗണ്ടേഷൻ കോഴ്സുകളും ഒക്കെ നൽകിക്കൊണ്ട് പ്രായോഗികമായിട്ട് ജീവിതത്തെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുട്ടികൾക്ക് ഉണ്ടാകണം. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെയും സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടത്തിൻ്റെയും കാലത്ത് ഇന്നവേഷൻ ഇൻക്യുബേഷൻ എൻവയൺമെൻറ്റ് നമ്മുടെ ക്യാമ്പസുകളിൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. പുതിയ നൂതന വൈജ്ഞാനിക ശാഖകളുടെ ഭാഗമായിട്ട് തന്നെ നൂതന സംരംഭങ്ങൾ, നൂതന ആശയങ്ങൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കപ്പെടണം. കുട്ടികളെ എല്ലാവരെയും, ഈ അഭ്യസ്ത വിദ്യരായ മുഴുവൻ തൊഴിലന്വേഷകരെയും ഉൾക്കൊള്ളാനുള്ള സാധ്യത നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് തൊഴിൽ ഇല്ലാത്തവരായിട്ട് കുട്ടികൾ അവശേഷിക്കുന്നത്. അതുകൊണ്ട് സാമാന്യമായ ശേഷിയുള്ള കുട്ടികളെ നമുക്ക് സ്കിൽ നൽകി തൊഴിലിലേക്ക് സംയോജിപ്പിക്കാൻ പറ്റണം. അതല്ലാത്ത കുട്ടികളെ, ആഴത്തിൽ അറിവന്വേഷണത്തിൽ തൽപരരായ കുട്ടികളെ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കണം.
സംരംഭങ്ങൾ ആരംഭിക്കാൻ തയ്യാറുള്ള കുട്ടികൾക്ക് കോളേജിൽ നിന്ന് തന്നെ അതിനുള്ള പരിശീലനവും സംരംഭകത്വ താല്പര്യങ്ങൾ വളർത്താനുള്ള പ്രചോദനവും കൊടുക്കണം. അതിനുള്ള ഒരു അടിസ്ഥാന സൗകര്യം എല്ലാ ക്യാമ്പസിലും ഉണ്ടാകണം. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് പ്രിൻസിപ്പൽമാരുടെ യോഗത്തിലൊക്കെ ഇത് സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. കണക്ട് കരിയർ ടു ക്യാമ്പസ് എന്നുള്ള ആ പദ്ധതി ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടിപ്പോൾ 6-7 മാസങ്ങളായി. പക്ഷെ ഇപ്പോഴും എല്ലാ കോളേജുകളിലും അസാപ്പ് സെല്ലൊക്കെ ഉണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടും ആ രൂപത്തിൽ ഉണ്ടായോ എന്നുള്ളത് സംശയകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു ഇന്നൊവേഷൻ ഇൻക്യുബേഷൻ എൻവയൺമെൻറ്റ് എല്ലാ കലാലയങ്ങളിലും ഉണ്ടാകണം. എല്ലാ കലാലയങ്ങളോടും യോജിച്ചുകൊണ്ട് ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വരാൻ പോകുന്നതാണെങ്കിൽ ഡിഗ്രി 3rd ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇടപെടാൻ പറ്റുന്ന വിധത്തിൽ പ്രൊഡക്ഷന്, ഉൽപാദന പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന പ്രൊഡക്ഷൻ യൂണിറ്റുകൾ ഉണ്ടാകണം എന്നുള്ള ഒരു നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കപ്പെടുന്നുണ്ട്. ഈ വൈജ്ഞാനിക സമ്പദ്ഘടനയുമായി ബന്ധപ്പെട്ട ഒരു ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരുന്ന ആവശ്യമാണ്. അത് വേണമെന്നൊക്കെ ഉള്ളത് ഇന്നത്തെ ചർച്ചയിലൂടെ നമുക്ക് ഫൈനൽ തീരുമാനത്തിലേക്ക് പോകാം. എന്തായാലും ആ ആശയം ചർച്ച ചെയ്യാൻ വേണ്ടി ഞാൻ തുറന്നിടുകയാണ്. അത്തരത്തിലുള്ള ഉൽപാദന യൂണിറ്റുകൾ പ്രവർത്തിന്മുഖ വിദ്യാഭ്യാസ സമീപനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്നുള്ളത്. 4ാം വർഷത്തേത് കുറേ കൂടി സീരിയസ് ആയിട്ടുള്ള ഗവേഷണ പ്രവർത്തനമാകണം. റിസർച്ച് മെത്തഡോളജിയിൽ പിഴവില്ലാത്ത ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കാൻ പറ്റണം. അവരെ ഗവേഷണാത്മക പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റണം. നമ്മുടെ സംസ്ഥാനത്തുള്ള നിലവാരമുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ അവർക്ക് പരിചയപ്പെടുത്താനുള്ള മുൻകൈ ഉണ്ടാവണം. ആ ഗവേഷണ പ്രവർത്തനത്തിലൂടെ എങ്ങനെയാണ് കാര്യങ്ങൾ ഗവേഷണത്തിൻ്റെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുക, എങ്ങനെയാണ് അപഗ്രഥിക്കുക, സ്വന്തമായിട്ട് കാര്യങ്ങൾ കണ്ടെത്താനുള്ള ആ ഒരു അന്വേഷണോന്മുഖമായിട്ടുള്ള മനസ്സ് അതുള്ളവർക്ക് ഈ 4ാം വർഷം അവരുടെ ആ താല്പര്യം വികസിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഊന്നൽ നൽകേണ്ടത് കരിക്കുലം ഫ്രെയിംവർക്ക് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഊന്നൽ നൽകേണ്ടുന്നതായിട്ടുള്ള ഒരു കാര്യം, എൻ്റെ വിനയപൂർണ്ണമായിട്ടുള്ള അഭിപ്രായമാണ് ടീച്ചർ എന്നുള്ള നിലയ്ക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. കുട്ടികളുടെ ക്യൂരിയോസിറ്റിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ക്യൂരിയോസിറ്റി വളർത്താൻ കഴിയാന്നുള്ളതാണ് അധ്യാപകരെന്നുള്ള നിലയ്ക്ക് അധ്യാപകരുടെ മേന്മ എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പലപ്പോഴും ക്യൂരിയോസിറ്റി കുത്തിക്കെടുത്താണ്. ഒരു കുട്ടി ചോദ്യം ചോദിച്ചു തുടങ്ങിയാൽ ആ ഓവർ സ്മാർട്ട് ആവണ്ട, അവിടെ ഇരിക്കി എന്ന് പറയണതാണ് പൊതുവിൽ പ്രവണത. അല്ലാത്ത നല്ല അധ്യാപകരുണ്ടാവുമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ പൊതുവായൊരു പ്രവണത ഇങ്ങനെ ഉണ്ട്. ദേഷ്യം തോന്നരുത്. അപ്പോൾ ആ രീതിയിലുള്ള സമീപനത്തിന് മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. ക്യൂരിയോസിറ്റി, കുട്ടിയുടെ ക്യൂരിയോസിറ്റി, ജിജ്ഞാസ, അറിവന്വേഷണത്തിനുള്ള അവരുടെ താല്പര്യം, അത് സ്വച്ഛന്തം വികസിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പിൻബലമാണ് നമ്മൾ നൽകേണ്ടത്. ഒരു ഇൻ്റഗ്രേറ്റഡ് ആയ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സംഭവിക്കണം. പിന്നെ ഔട്ട്കം ബേസ്ഡ് ആയിരിക്കണം എന്നുള്ളത് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നു. വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഔട്ട്കം ഉണ്ടാവണം. ആ ഔട്ട്കമ്മിലേക്ക് എത്തിയോ കുട്ടി എന്നുള്ളതായിരിക്കണം വിലയിരുത്തപ്പെടേണ്ടത്. അപ്പോൾ വിലയിരുത്തൽ ഘട്ടത്തിലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. നമ്മൾ പരീക്ഷാ പരിഷ്കരണത്തിനും ഒരു കമ്മീഷനെ വച്ചിരുന്നു. ആ കമ്മീഷൻ്റെ നിഗമനങ്ങളും ഇതുമായിട്ട് കൂട്ടിവെക്കേണ്ട കാര്യമാണ്. ഒരു കുട്ടിയുടെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ആർജിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടി ആർജിച്ചോ എന്നുള്ള ശാസ്ത്രീയമായ പരിശോധനയാവണം വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ അത് നമ്മുടെ കലാലയങ്ങളിൽ സർഗാത്മകമായിട്ടുള്ള ഒരു മാറ്റത്തിന് വഴിവെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് സംവാദാത്മകമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകണം. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം വർക്കിംഗ് അവേഴ്സ് വ്യത്യാസപ്പെടുത്തുക എന്നുള്ള ഒരു ആവശ്യം കൂടി ഉണ്ട്. ഇതൊക്കെ അധ്യാപക സമൂഹം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് സംശയമുണ്ട്. എന്നാലും
ആശയം എന്നുള്ള രീതിയിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. അധ്യാപകരായും വിദ്യാർത്ഥികളായും ഒക്കെ ചർച്ച ചെയ്തിട്ട് മാത്രമേ നമുക്കത് ഫൈനലൈസ് ചെയ്യണ്ടൂ. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 8:30 വരെ, അല്ലെങ്കിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 8 വരെ നമുക്ക് ക്ലാസ് ഈ കോളേജ് സമയം ക്രമീകരിക്കാൻ പറ്റുമോ? ബഹുമാന്യനായ മുഖ്യമന്ത്രി പറയുന്നത് വിദേശ രാജ്യങ്ങളിലെ പോലെ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന ക്യാമ്പസുകളായിക്കൂടെ എന്നാണ്. അതിലേക്ക് നമ്മളിപ്പോൾ തന്നെ പോയാൽ നമുക്ക് അതിനുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സസിൻ്റെ അഭാവം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ എന്ന് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ അധ്യാപകർക്ക് ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാം. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ഈ ഒപ്പുവെക്കുന്ന കാര്യത്തിലൊക്കെ ഇപ്പം കാണിക്കുന്ന നിഷ്കർഷ ക്ലാസ് സർഗാത്മകമാക്കുന്ന കാര്യത്തിൽ നമ്മളെ ക്യാമ്പസുകളിൽ ഇല്ല എന്നുള്ളതാണ്. ക്ലാസ് എടുത്തില്ലെങ്കിൽ സാരില്ല, ഒപ്പ് കൃത്യസമയത്ത് വയ്ക്കണം എന്നുള്ളതാണ് പലപ്പോഴും കാണുന്നതായിട്ട്. അപ്പം നമുക്ക് അതിലൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി അനുവദിക്കാവുന്നതാണ്. അധ്യാപകർക്ക് അവരുടേതായ റിസർച്ച് ആക്ടിവിറ്റീസിനും അവരുടെ തന്നെ ഡെവലപ്മെൻറ്റിനുള്ള പ്രക്രിയയ്ക്കുമൊക്കെ തന്നെ സമയം കാണാവുന്ന രീതിയിൽ അത്തരം പ്രവർത്തന സമയത്തിലുള്ള ഫ്ലെക്സിബിലിറ്റി. ശനിയാഴ്ചയും കൂടി വർക്കിംഗ് ഡേ ആക്കി കുട്ടികൾക്ക് ശനിയാഴ്ച വരണമെങ്കിൽ വരാവുന്ന നിലയിൽ നമുക്ക് ആലോചിക്കേണ്ടതുണ്ടെങ്കിൽ ആലോചിക്കാം. ഇത് അധ്യാപകരുടെ ജോലിഭാരം വർദ്ധിപ്പിക്കാനുള്ള പരിപാടിയല്ല. മറ്റൊരു കാര്യം, പുതിയ കോഴ്സുകളൊക്കെ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അധ്യാപകരുടെ ജോലി ഭാരം സംബന്ധിച്ച് വർക്ക് ലോഡ് കുറയോ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കകളൊന്നും നമ്മൾ അതിന് വഴിവെക്കേ വേണ്ട. അധ്യാപകരുടെയൊക്കെ ജോലി സംരക്ഷിച്ചുകൊണ്ടും വർക്ക് ലോഡ് സംരക്ഷിച്ചുകൊണ്ടും ഒക്കെ തന്നെയാണ് നമ്മളിത് കൈകാര്യം ചെയ്യുക. അതിന് സ്ഥാപന തലത്തിൽ തന്നെ കോഴ്സുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് 2 മേജർ കോഴ്സസ് ഉണ്ടാക്കാം, 3 മേജർ കോഴ്സസ് ഉണ്ടാക്കാം, കോംപ്ലിമെൻ്ററി കോഴ്സസ് ഉണ്ടാക്കാം. അതാത് സ്ഥാപനങ്ങളിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമുക്ക് കോഴ്സുകളുടെ കോമ്പിനേഷനുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സാധ്യതകളുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള അവതരണത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. അപ്പം ഞാനിത് ഇന്ന് കരിക്കുലം റിവിഷൻ്റെ അല്ലെങ്കിൽ കരിക്കുലം റീഡിസൈനിങ്ങിൻ്റെ ആദ്യ യോഗമായതുകൊണ്ട് നിരവധി ആശങ്കകൾ ഇതിനകം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. ഇപ്പം ഇന്നലെ ഒരു പത്രസമ്മേളനം നടന്നപ്പോഴേക്കും അധ്യാപകരുടെ വർക്ക് ലോഡിനെ എങ്ങനെയാണത് ബാധിക്കുക എന്നുള്ള ആശങ്ക രാവിലെ തന്നെ നമ്മൾ അധ്യാപക സുഹൃത്തുക്കൾ വിളിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. അതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ മാറ്റത്തിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഇപ്പം 4 വർഷത്തെ വേണോ എന്നുള്ളത് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മതി. അത് നമുക്ക് അന്തിമമായിട്ടൊന്നും ആരും തീരുമാനമൊന്നും എടുത്തു കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ നമുക്ക് തീരുമാനിക്കാം. എൻ്റെ മകൻ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പറഞ്ഞത്, എന്തിനാണിത് 4 വർഷമൊക്കെ ആക്കണം, 3 വർഷം തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കുട്ടികൾക്ക്. അപ്പോൾ നമുക്ക് 3-ാം വർഷം എക്സിറ്റ് കൊടുക്കുന്നുണ്ടല്ലോ. 4-ാം വർഷം കൂടുതൽ ഗവേഷണാത്മകമായ പഠനങ്ങളിലേക്ക് പോകാൻ തൽപരരായ കുട്ടികളാണ് തുടരുക. വിദേശ രാജ്യങ്ങളിലൊക്കെ പഠനത്തിന് പോകണമെങ്കിൽ 4 ഇയർ ഡിഗ്രി കോഴ്സ് വേണമെന്നുള്ളത് കൊണ്ട് ആ ഒരു ഓപ്ഷൻ അവിടെ വയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ PhDക്ക് ഇൻ്റഗ്രേറ്റഡ് PhD കോഴ്സുകൾ നമുക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാപനങ്ങളിൽ കൊടുക്കാൻ പറ്റണം. പൊതുവിൽ നമ്മൾ പ്രകടമായിട്ടുള്ള ഒരു പരിവർത്തനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അതിന് ആനുപാതികമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പദ്ധതികളൊക്കെ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. പോരായ്മ ഉണ്ടാവും, പക്ഷേ മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ റൂസയുടെ ഭാഗമായിട്ടും കിഫ്ബിയുടെ ഭാഗമായിട്ടും സംസ്ഥാനത്തിൻ്റെ തന്നെ പദ്ധതി വിഹിതം ഉപയോഗിച്ചുകൊണ്ടും അടിസ്ഥാന സൗകര്യങ്ങളുടെ വിപുലീകരണത്തിന് ഗവൺമെൻറ് കലാലയങ്ങളിൽ വലിയ അളവിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ എയ്ഡഡ് കോളേജുകളെയും ചലഞ്ച് ഫണ്ട് എന്നുള്ള രൂപത്തിൽ സഹായിക്കുന്നുണ്ടല്ലോ. റൂസയിലും ഒക്കെ അവിടെയും നിർമ്മിതികളൊക്കെ നടന്നു വരുന്നുണ്ട്. നമുക്ക് അക്കാദമിക് ഉള്ളടക്കത്തിലാണ് റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കേണ്ടത്. ഞാനീ പറഞ്ഞത് എൻ്റെയും ഇവിടെ ഞങ്ങൾ കുറച്ച് പേര് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും കമ്മീഷൻ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുമൊക്കെയുള്ള ചിതറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇനി
ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അതിനുശേഷം ഉച്ചയ്ക്കലത്തെ അവതരണം കഴിഞ്ഞ് 2 ദിവസത്തെ ചർച്ചയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ വളരെ വിശദമായും വിപുലമായും ജനാധിപത്യപരമായും അധ്യാപക സുഹൃത്തുക്കളോടും വിദ്യാർത്ഥി സുഹൃത്തുക്കളോടും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ വിശദമായ ചർച്ചകൾ നടത്തിയിട്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അന്തിമ രൂപത്തിലേക്ക് പോകുക. അതുതന്നെ എല്ലാ സർവകലാശാലകൾക്കും അവരുടെ ജനിതകം അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഇതൊന്നും ഒരു പിടിവാശിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. എല്ലാവരും സ്വതന്ത്രമായി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഈ ശില്പശാലയെ സമ്പുഷ്ടവും സമ്പന്നവും ആക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി മാഡം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസിനെ ക്ഷണിക്കുന്നു. ഈ കരിക്കുലം വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ സുരേഷ് ദാസ്, ഡോക്ടർ കെ എൻ ഗണേഷ്, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വളരെ വിശദമായി തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കരിക്കുലം വർക്ക്ഷോപ്പിൽ നടത്തേണ്ട ഒരു അക്കാദമിക പ്രഭാഷണം തന്നെ നടത്തിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ മേഖലയിൽ നടത്തിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ്. 2009-10 കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഡിഗ്രി സിലബസുകളുടെ വലിയ ഒരു പരിഷ്കാരം, സമൂലമായ മാറ്റം നമ്മൾ നടപ്പിലാക്കി. ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായം. അന്ന് ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആയി പ്രവർത്തിച്ചത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ എം വിജയനായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അത്തരം പ്രവർത്തനങ്ങൾക്കന്ന് സംസ്ഥാന വ്യാപകമായി വലിയ പ്രചരണവും പരിശീലന പരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ സർവകലാശാലകൾക്ക് അന്ന് വലിയ സ്വാതന്ത്ര്യം നൽകി. ആദ്യം ആ പരിഷ്കാരം നടപ്പിലാക്കിയത് കണ്ണൂർ, കോഴിക്കോട്, MG സർവകലാശാലകൾ മാത്രമാണ്. കേരള സർവകലാശാല 1 വർഷം കൂടി അവർക്ക് സമയം വേണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 2010-11 അക്കാദമിക വർഷമാണ് ക്രെഡിറ്റ് സെമസ്റ്റർ സമ്പ്രദായം നടപ്പിലാക്കി. അത് നമ്മുടെ അറിവിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഘടനാപരവും ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും നടത്തിയിട്ടുള്ള വലിയൊരു ഇടപെടലായിരുന്നു. ഗുണപരമായ ഒത്തിരി അംശങ്ങളുണ്ടെങ്കിലും അതിൻ്റെ വിമർശനങ്ങളൊന്നും ഇന്നും കെട്ടൊഴിഞ്ഞിട്ടില്ല. പക്ഷേ അത്തരമൊരു പരിഷ്കാരം ഇവിടെ മുന്നോട്ട് വെക്കാനും നമ്മുടെ അധ്യാപക സമൂഹത്തിൻ്റെ സഹായത്തോട് അത് നടപ്പിലാക്കാനും നമുക്ക് കഴിയും. അന്ന് 150ഓളം വർക്ക്ഷോപ്പുകളാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജുകളിലും നേരിട്ട് തന്നെ സംഘടിപ്പിച്ചു. അന്ന് അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ലാലൊക്കെ ഇവിടെ ഈ മീറ്റിങ്ങിലും പങ്കെടുക്കുന്നു. ഒരുപക്ഷെ 2022 കേരള ഹയർ എഡ്യൂക്കേഷൻ കരിക്കുലം ഫ്രെയിംവർക്ക് അതേ രീതിയിലുള്ള വലിയൊരു അധ്യാപക പങ്കാളിത്തത്തോടുകൂടിയുള്ള ഒരു പ്രവർത്തനമായി നമുക്ക് മാറ്റണം. ആ പരിഷ്കാരങ്ങളുടെ വിജയം യഥാർത്ഥത്തിൽ ആ പരിഷ്കാരത്തിൻ്റെ നടത്തിപ്പുമായി ആദ്യഘട്ടം മുതൽ നമ്മുടെ അധ്യാപകരുടെ വലിയ പങ്കാളിത്തമാണ്. അത് ഓൺ ചെയ്യാൻ ഞങ്ങളുടെ പങ്കാളികളായിട്ടുള്ള ഒരു പരിഷ്കാര പദ്ധതിയാണ് എന്ന അധ്യാപകരുടെ ഒരു തിരിച്ചറിവാണ് ഒരുപക്ഷെ അതിൻ്റെ വിജയത്തിൻ്റെ ഒരംശം. ഈ പുതിയ പരിഷ്കാരങ്ങളിലും നമുക്ക് അത്തരം വിപുലമായ അധ്യാപക പങ്കാളിത്തം ഉറപ്പാക്കാൻ കഴിയണം. വളരെ വിപുലമായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിയണം. അന്ന് നമ്മൾ മുന്നോട്ട് വെച്ച ആശയം 120 ക്രെഡിറ്റാണ് 3 വർഷത്തെ.
120 ക്രെഡിറ്റിന്റെ വിഭജനം അത് സർവകലാശാലകൾക്ക് നമ്മൾ വിട്ടുകൊടുത്തു. ഓരോ സർവകലാശാലയ്ക്കും അതിൻ്റെ അക്കാദമികവും മറ്റുമായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള പ്രത്യേകതകൾ കണക്കിലെടുത്ത് 120 ക്രെഡിറ്റ് എന്ന ആ ബ്രോഡ് ഫ്രെയിംവർക്ക്, അതിനനുസൃതമായിട്ടുള്ള ഒരു കരിക്കുലം റെഗുലേഷനും കൗൺസിൽ തന്നെ തയ്യാറാക്കി എല്ലാ സർവകലാശാലകളിലും പ്രത്യേകം ചർച്ച ചെയ്യുക. പിന്നീട് അത് നടപ്പിലാക്കിയ ഘട്ടത്തിൽ സർവകലാശാലകൾ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി. പ്രത്യേകിച്ച് നമ്മുടെ കോർ, കോംപ്ലിമെന്ററി, ഓപ്പൺ കോഴ്സുകൾ, ചോയ്സ് ബേസ്ഡ് കോഴ്സുകൾ, ഇതൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ കാലഘട്ടത്തിലാണ്. ഇത് ഓരോ സർവകലാശാലയും അവരുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഈ കോഴ്സുകളിൽ മാറ്റം വരുത്തി. അന്ന് മോഡൽ 1 കോഴ്സ്, മോഡൽ 2 കോഴ്സ്, മോഡൽ 3 പരമ്പരാഗത കോഴ്സുകളെ അന്ന് നമ്മൾ മോഡൽ 1 കോഴ്സ് എന്ന് പറയും. വൊക്കേഷണൽ കമ്പോണന്റുള്ള കോഴ്സുകൾ മോഡൽ 2 കോഴ്സ്. കേരള യൂണിവേഴ്സിറ്റി മേഖലയിൽ അതിന് റീസ്ട്രക്ചേർഡ് കോഴ്സസ്. ഈവൻ ഇന്റർഡിസിപ്ലിനറി കോഴ്സുകൾ പോലും നമ്മൾ അന്ന് വിഭാവനം ചെയ്തിരുന്നു. അതാണ് പിന്നീട് ഡബിൾ മെയിൻ കോഴ്സ് എന്ന രീതിയിൽ നമ്മുടെ മറ്റ് പല കോളേജുകളിലും നടപ്പിലാക്കി. ആ 120 ക്രെഡിറ്റിനകത്ത് ഓപ്പൺ കോഴ്സ് ഏത് സെമസ്റ്ററിൽ വരണം, അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് കോഴ്സിന് എത്ര ക്രെഡിറ്റ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ സർവകലാശാലകൾ തന്നെ തീരുമാനിച്ചതാണ്. സെമസ്റ്ററിൽ നമ്മൾ യാന്ത്രികമായി നമ്മുടെ പേപ്പറുകളെ വെട്ടിമുറിച്ചു. അതൊക്കെ സർവകലാശാലകളും അധ്യാപകരും ഒക്കെ തന്നെ ചെയ്തതാണ്. യഥാർത്ഥത്തിൽ കരിക്കുലം പരിഷ്കാരം എന്ന് പറയുന്നത് അക്കാദമിക് കമ്മ്യൂണിറ്റിയുടെ ഒരു കർത്തവ്യമാണ്. അതിന് നമ്മൾ മാതൃകയായി സ്വീകരിച്ചത് UGCയുടെ കരിക്കുലം ഡെവലപ്മെന്റ് കമ്മിറ്റി. ഏതാണ്ട് ഒരു വ്യാഴവട്ട കാലത്തിനുള്ളിലാണ് അവർ അടുത്ത റിപ്പോർട്ട് ഇറക്കുന്നത്. അതിനകത്ത് ഒരു ഇക്കണോമിക്സ് വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കോർ സബ്ജക്റ്റ് എന്തായിരിക്കണം, പേപ്പറുകൾ എന്തായിരിക്കണം എന്ന് UGC ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കും. അതിൻ്റെ കോംപ്ലിമെന്ററി പേപ്പറുകൾ എന്തായിരിക്കണം എന്നൊരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു. അതിൻ്റെ പൂർണ്ണ സിലബസുകളൊന്നും UGC തയ്യാറാക്കുകയല്ല. ആ രീതിയിൽ വളരെ വിപുലമായിട്ടുള്ള UGCയുടെ കരിക്കുലം ഡെവലപ്മെന്റ് കമ്മിറ്റി റിപ്പോർട്ടുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ, എനിക്ക് തോന്നുന്നു സർവകലാശാലകളെ നയിച്ചത് അന്ന് അഫിലിയേറ്റഡ് കോളേജിലെ അധ്യാപകരാണ്. അധ്യാപകർ തന്നെ കമ്മിറ്റികൾ ഉണ്ടാക്കി ഈ കരിക്കുലം ചർച്ച ചെയ്ത് സർവകലാശാലയെ കൊണ്ട് പിന്നീട് അംഗീകരിക്കുന്ന ഒരു ഘട്ടത്തിലെത്തി. അപ്പം കേരളത്തിലെ കരിക്കുലം പരിഷ്കാരത്തിന്റെ ചുക്കാൻ പിടിക്കുന്നത് സർവകലാശാലയെക്കാളും ഒരർത്ഥത്തിൽ ആ സർവകലാശാലയിലെ അധ്യാപക സമൂഹമാണ്. അത്തരമൊരു പ്രവർത്തനമാണ് നമുക്ക് കരിക്കുലത്തിന്റെ കാര്യത്തിൽ മുൻകാലങ്ങളിൽ ഉള്ള ഒരു അനുഭവം. ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇന്ന് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് 4 വർഷ ബിരുദ പ്രോഗ്രാമുകൾ. അത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വന്നോ അല്ലെങ്കിൽ ശ്യാമേനോൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി വന്നതോ അതിനപ്പുറം ഒരു ദേശീയ ഫ്രെയിംവർക്ക്, പ്രത്യേകിച്ച് കോഴ്സുകളുടെ അംഗീകാരവും തുല്യതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അത് നാട്ടിലുള്ളിലെ പഠനത്തിനും പുറത്തു പോകുമ്പോഴും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമുണ്ട്. കേരളത്തിന് പുറത്ത് പഠിച്ചു വരുന്ന നമ്മുടെ ഒത്തിരി വിദ്യാർത്ഥികളുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ പഠിച്ച് ദേശീയ പരീക്ഷകൾ പാസ്സാക്കി ദേശീയ പ്രാധാന്യമുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ച് തിരിച്ചു വരുന്ന നമ്മുടെ വിദ്യാർത്ഥികളുടെ കോഴ്സുകളുടെ അംഗീകാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെട്ടെങ്കിലും അത് പൂർണ്ണമായി പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അപ്പം നമ്മൾ തയ്യാറാക്കുന്ന ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് അല്ലെങ്കിൽ 4 വർഷത്തെ കോഴ്സുകൾക്ക് വേണ്ടി ആകെ ക്രെഡിറ്റ്, ഇത് സംബന്ധിച്ച് ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കാൻ നമ്മളും തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർക്ക് നാട്ടിനുള്ളിലും എന്തിനും PSC പോലും അംഗീകാരം നൽകണമെങ്കിൽ അത്തരം നിബന്ധനകൾ നമ്മൾ പാലിച്ചു വേണം ക്രെഡിറ്റുകളും കോഴ്സുകളും ഡിഫൈൻ ചെയ്യാൻ. അതുപോലെ തന്നെ ദേശീയ തലത്തിൽ UGC ക്രെഡിറ്റ് ഡിഫൈൻ ചെയ്യുന്നതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടായിരുന്നു നമ്മുടെ കലാലയങ്ങളിലെ വർക്ക് ലോഡിനെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അന്ന് ക്രെഡിറ്റുകൾ ഡിഫൈൻ ചെയ്തു. ഒരുപക്ഷെ അക്കാര്യത്തിൽ ഇന്ന് ധാരാളം അധ്യാപകർ, പ്രത്യേകിച്ച് റിസർച്ച് ഗവേഷണ ബിരുദധാരികളുള്ള ധാരാളം അധ്യാപകർ നമ്മുടെ ക്യാമ്പസിലും സർവകലാശാലയിലും എത്തിയ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഈ പരിഷ്കാരം നടപ്പിലാക്കുക. 2009-10 കാലഘട്ടത്തെ അപേക്ഷിച്ച് സർക്കാർ എത്രയോ പുതിയ കോഴ്സുകൾ ആരംഭിച്ചു. പുതിയ
UGC റെഗുലേഷൻ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മികവുള്ള, യോഗ്യതയുള്ള, ഗവേഷണ ബിരുദങ്ങളുള്ള ധാരാളം അധ്യാപകർ നമ്മുടെ കോളേജുകളിലും നമ്മളുടെ സർവകലാശാല ഡിപ്പാർട്ട്മെൻറ്റിലും. ഒരുപക്ഷെ കരിക്കുലം പരിഷ്കാരത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് കേരളത്തിലെ കോളേജുകളിലും സർവകലാശാലകളിലുമൊക്കെ നിലനിൽക്കുന്നത്. അതിന് അക്കാദമികമായ പ്രാപ്യതയുള്ള ധാരാളം അധ്യാപകർ, അതിന് വലിയ പിന്തുണ നൽകുന്ന ഒരു ഭരണ സംവിധാനം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻകാലങ്ങളിൽ അത് നിർവഹിച്ചിട്ടുള്ള അതിൻ്റെ കർത്തവ്യം, ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെയാണ്. സർവകലാശാല തലത്തിലും കോളേജ് തലത്തിലും അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പുതിയൊരു കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും കൗൺസിലിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ പ്രവർത്തനങ്ങളും ഉണ്ടാകും. ഇന്ന് ഗുരുക്കൾ സാറിന് ഈ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. സാറ് തയ്യാറാക്കിയ ഒരു നോട്ട് നമ്മളിവിടെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കേരളത്തിന് പലപ്പോഴും ഉള്ള ഒരു നിലപാട്, ദേശീയ തലത്തിലുള്ള പല മാറ്റങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലാ വികാസത്തെ പലപ്പോഴും പിന്നോട്ടടിക്കുന്ന ആ ഒരു സാഹചര്യം നിലവിൽ വരുമ്പോൾ ദേശീയ നയങ്ങൾക്ക് ബദലായി സംസ്ഥാനം ആർജിച്ചിട്ടുള്ള സാമൂഹ്യ നേട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ട് കരിക്കുലം നമുക്ക് മോഡിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ അത് എടുത്തു പറയേണ്ടതാണ്. അതുപോലെ തന്നെ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നയങ്ങൾ നമ്മുടെ ആർജിത നേട്ടങ്ങൾ താറുമാറാക്കുന്നെങ്കിൽ അതിനെ മാറ്റിവെച്ച് നമ്മുടെ നേട്ടങ്ങൾ നമുക്ക് മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹ്യനീതിയും ഗുണമേന്മയും ഉറപ്പാക്കുന്ന ഒരു പുതിയ കരിക്കുലം നമുക്ക് വാർത്തെടുക്കാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു ചർച്ചയുടെ തുടക്കം മാത്രമാണിത്. എല്ലാവർക്കും കൗൺസിലിൻ്റെ എല്ലാവിധ അക്കാദമിക പിന്തുണയും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ കോളേജ് തൊട്ട് സർവകലാശാല സംസ്ഥാന തലത്തിൽ ഇതിൻ്റെ തുടർ ചർച്ചകൾ ഉണ്ടാകും. കരിക്കുലം കമ്മിറ്റിയെ സംബന്ധിച്ചിട്ടുള്ള പൂർണ്ണരൂപം കൈവരിക്കുന്നതോടുകൂടി അത് കൂടുതൽ പ്രായോഗിക തലത്തിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇവിടെ ഐസറിലെ ഇപ്പം പ്രൊഫസറുടെയാണ്, പ്രമുഖ ശാസ്ത്രജ്ഞൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ 2009-10 കരിക്കുലം പരിഷ്കാരത്തിന് നേതൃത്വം നൽകിയത് ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രജ്ഞനാണെങ്കിൽ അതേ യോഗ്യതയുള്ള, ദേശീയ അന്തർദേശീയ അംഗീകാരമുള്ള ഡോക്ടർ സുരേഷ് ദാസ് തന്നെയാണ് നമ്മുടെ ഈ കരിക്കുലം പരിഷ്കാരത്തിനും നേതൃത്വം നൽകുന്നത്. എല്ലാവരെയും ഇത്തരം പരിപാടികളുടെ അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ എല്ലാ സഹകരണവും ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Now I invite Dr. Suresh Das, former Executive Vice President, Kerala State Council for Science, Technology and Environment, for the keynote address. Honorable Minister for Higher Education, Dr. Bindu, other distinguished members on the dais, participants of this workshop. I am indeed honored by the invitation by the Higher Education Council of Kerala to talk to all of you on this very important occasion of the discussion on the curriculum change that we are envisaging. I would say that this is very important. It's a very important juncture that we are facing. And this is, you know, my talk, really the presentation, I was just telling the Honorable Minister, most of what I would like to say has already been very clearly elaborated. What is needed has been very clearly elaborated in the inaugural speech. So my talk here will be more or less a confirmation of that. And what we have done here is, as we said, the 21st century, we are well into the 21st century. And as the Honorable Minister said, that there are many drastic changes that are taking place. How do we prepare our students for the 21st century? So this is the presentation that I had made. If I can have the next slide, please. Yeah. So, you know, this, I'm sure that most of you have got the report from the commission. There's something missing. You can go back. I think he's not watching. This is, sorry. Yeah. I can change from here. Okay, so you know, this was a news that came last week in the Indian Express,
And the occasion was the Infosys Award, which is the highest academic award, scientific award that is given to a scientist in India. And of course, it is run by Infosys, and Professor Narayan Murthy, who is the founder of Infosys, happened to speak on this occasion, and he said, India needs to do more in the field of scientific research. And of course, this is obvious, because if you look at how well a country does in research and innovation, there's a very clear link between that and the GDP per capita of a country. So many advanced countries, or most countries, have recognized this, and therefore they stress on innovation. But very interestingly, what Narayana Murthy said, as to why we are not there as the kind of capacity that this country possesses. We should be among the countries which are performing very well scientifically. So why are we not there? And one of the reasons that Narayana Murthy has mentioned is given here. He says the first component is to reorient our teaching in schools and colleges towards a Socratic questioning in classrooms to solve real-world problems around them rather than passing exams by rote examination. Traditionally, as was also pointed out by the Honorable Minister, our education system consists of mainly a teacher who has the knowledge, so it's like, and we have a student who is receiving that knowledge. That's a kind of passive education. So if you were to compare that, the teacher has, if you take a bucket, so you are pouring knowledge from a full bucket into an empty bucket. So that is what we call passive education. And that is what he calls as rote learning. And therefore he says the Socratic method for fostering critical thinking is what is required. All of us know how the philosopher Socrates had very bright students. What he did was, of course, never impart his knowledge, but the whole matter was matter of discussion. It was a questioning method for which, elicited answers from his students, which led to further discussions. And that kind of education is what we need. And very clearly also brought out by the quote from Einstein, who said, education is not a learning of facts, but training of the mind to think. So that is why when we look at the report from the Commission for Higher Reforms, if you look at it, it's a very well-written document. I'm sure most of you have had it. And I just make this quote, from that, what they say is most necessary, that it is necessary that we strengthen undergraduate programs with curricula that can equip students with a knowledge base, intellectual ability, a worldview, flexible skill sets, and the basic expertise that will make them effective citizens in a knowledge society. This is another document that has, another news item that I am just mentioning, also came very recently last month, Decoding India's Employability Crisis. 1 in 4 MBAs, 1 in 5 engineers, and 1 in 10 graduates are employable. And the reason that you give is that we can see, they say that, the skill gaps, as also was mentioned by the Honorable Minister, exist. What we are expecting, our graduates go to the industry, and then they are expected to learn the skills for working in the industry. Whereas but that is not the place where they should be developing the skills. The skills should be developed in the place where they are being educated. But sadly, we don't have that kind of infrastructure in the schools, and schools and colleges that impart that kind of skills. And that is where, as was also mentioned by the Minister, the need for incubators and also the need for internships are some things that need to be discussed. So this is just a graph. We can see this is the OECD, which is discovering the future of education. You can see these graphs, and you can see the kind of jobs that are going to happen. They're based it on the year 1960. And you can see what has happened, that routine cognitive jobs, non-routine manual jobs, routine manual jobs are all decreasing. Whereas you can see that non-routine analytical or non-routine cognitive, these are analytical and non-routine interactive, these are increasing. Okay? So the reason for this, of course, is that many of the routine jobs are being taken over by automation. There was a mention, of course, of the fourth industrial revolution, artificial intelligence. That is also coming in a big way.
Mechanization is coming in a big way, and therefore, most of the jobs that we talk about as routine jobs, they are disappearing. But what it says is that the kind of jobs that are not going to disappear is those that are going to have creativity, that require creativity. Okay, jobs that require originality, the ability to develop creative ways of solving a problem, these are not going to disappear. Any job that requires even an ounce of creativity will not disappear, because artificial intelligence is not going to be able to do that. Mechanical jobs, things that don't require that much of thinking, those are the jobs that are going to disappear. So how do we prepare our students for this kind of future? Okay, and this is not just that the previous graph was shown was what was it, the trend in US, and you can see that the similar trend is happening in India. Today in India, we still have routine cognitive jobs, which is a high number, but it's only a matter of time that you're going to see those numbers also go down. And when those jobs go down, then finally what we will be left with is these non-rootive analytical and non-rootive interactive. That means interpersonal skills, all of these. So when we look at it, what are the kind of skills that are required by students in that, if you want to maintain that kind of, to be able to look for jobs like that. So these are the skills, cognitive skills, that is, like we said, developing students who are critical thinkers, problem solvers, and with the highest level of creativity. They also have to have a very high level of interpersonal skills, communication skills, social skills, teamwork and cultural sensitivity, dealing with the ability to deal with adversity, and then intrapersonal skills, of which ethical behavior becomes very, very important. How do we impart these studies? In each of these, whether it is science or humanities, there are many aspects of ethics that need to be considered, and so self-management, self-regulation, time management, and self-development. So lifelong learning. So these are the aspects. And as I said very clearly, the report on the commission brings out the importance of these. And I hope that when we look at the change in curriculum, these are the aspects that we will address. So when we design a curriculum, what is it that we have to be looking at? Traditionally, when we think about curriculum, we're thinking about the content. How do we change the content? And basically, that is not very difficult, because we can take the examples of some of the best universities in the world, and we can say that this is the kind of curriculum that we need to build. But much more important than the content is the process. How do we deliver? And this is very often the gap between some of the best planned curriculum and best planned policies. How do we implement this? Are our teachers going to be ready for this? Okay, so then so therefore here in this, the rest of the talk, I would like to focus on the process. What is the process that needs to be focused on for bringing about these kind of transformations? So just give the example, my own subject is chemistry, so I'll give the example of chemistry. And in Europe, as early as in 1960s, they had recognized that, just looking at the way students learn, looking at their cognitive abilities and all, what they have recognized is that the educational outcomes, if you really want to change them, you have to reflect, the process has to, the outcomes to reflect process rather than content knowledge. Content knowledge, of course, is important, but today we know that content knowledge is available very easily. It's there on the web. But how do we actually teach this? How do we make sure that this knowledge that is available, that is there, is actually usable by the students? So that is where we need to focus on the process. And in 2006, there was a study which showed that when you focus on, for example, one of the processes is inquiry-based learning, that I mentioned about the Socratic way of learning. And many universities are adopting that. So if you do that, you can see that there is a dramatic improvement in the quality of the students, not only in how he does in his exams, but also how he relates concepts taught in that class with other concepts, with the rest of, in the rest of the subjects. Okay, so these are the process goals that we have to focus on. Okay, so basically what we are thinking about when you have to do that is when you focus on turning students from passive to active learners. As we mentioned, it is not that the teacher has all the knowledge, the student is somebody who is just going to passively receive that knowledge, but we have to make them into active learners. And then also instill a sense of confidence and independence in these students. That is when they become successful in life. And so these are the processes that many universities are now applying: inquiry-based learning, conceptual learning, interdisciplinary learning, and skill-based learning, and finally integrated education,
where we talk about the intermingling between sciences and humanities. So again, I don't want to go into all these details, but when we talk about integrated learning, how do we develop critical thinking in classes? There are many, I don't have the time to go into the details for each of these subjects, but again, we can see examples in some of the best performing universities on how we go about inculcating this critical kind of thinking instead of just delivering the subject matter, as to how the history of that subject developed, what was the research that was done to leading to the kind of knowledge that is not just something that has passed on easily. Encourage quick thinking, inspire preparedness and attentiveness, promote active learning, empower in-depth analysis, recognize difference in opinion, and foster inclusivity. So the traditional and conceptual teaching, the traditional is focusing on learning for exams, short-term memory. Once the exams are over, you have no use for that information, so that disappears. Lack of ability to link knowledge gained in the classroom to real-life situations, inability to think independently. Again, there are many ways in which we can bring about this kind of conceptual learning. No subject is ever independent of the rest of the subjects. Everything is linked. Every concept is linked, whether you talk in science or in other areas. Every concept is linked to other concepts. How do we bring these links, and how do we bring the link to these concepts that we learn with the real world? So these are things that we need to consider when we are talking about how we impart education to our studies. The other aspect I would like to focus on is interdisciplinary teaching. And here I will just read a quote from the American Cancer Society, which says, in the post-genomic era of research, multidisciplinary and interdisciplinary research will command center stage, requiring team approaches and the collaboration of many individuals from vastly different fields, ranging from computational mathematics to clinical sciences. So biology, if it is taught the traditional way, we are going to be outdated. Today, biology, if you really want to be relevant, you need to understand at least the rudiments of mathematics and computation. And the classic example I give is of Professor Venkatraman Ramakrishnan, who won the Nobel Prize. He was a physicist who went on to study biology, and he's got his Nobel Prize in chemistry. And he's, of course, it's also just want to point out that he was actually a physics student at Baroda University, just like one of our universities, and that his curiosity for physics developed by the special course that was brought about at that time when he was a student, which was modeled on the Berkeley physics course and the Feynman lectures on physics. So I'm just talking about how it can impact a student from an ordinary college to go on to win the Nobel Prize. So these are the kind of transformations that we need to think about. And we also talk about skills, collaboration and teamwork, oral and written communication. These are not aspects that are built into the curriculum. How do we build these things into the curriculum? Because as I said, you're preparing a student for life. The student who graduates from your university goes on further to do, or college, goes on further to research or to work in the industry or many aspects, or any aspect of society. But all of that will require these kind of skills. Collaboration and teamwork, oral and written communication, ethical reasoning, quantitative skills to apply mathematical and statistical thinking. And of course, if you're in the sciences and technical arts, you will need to be an expert on technical skills. And last but not least, I will mention that integrated education. Again, something that the Honorable Minister talked about, because we cannot have science students just learn science. Science is, after all, located in society. Scientists are located in society. What is the link between science and technology, and science and society? So this is something very important. And this is not just for science, in humanities also. Humanities students also need a very good appreciation of scientific ways of thinking. I just give this quote from Jean-Jacques Rousseau, who was a pre-revolutionary French philosopher, who mentioned that at his time, which I think is even relevant today, we have physicists, geometers, chemists, astronomers, poets, musicians, and painters in plenty, but no citizens. So how do we develop a citizen? Not just an expert in his subject. And Einstein had said that if you just become an expert in your own area, then you are no more than an artisan.
If you really want to become a scientist, or you want to be, you have to get into the philosophy of it, you have to understand your society. So how do you create a well-rounded citizen who is committed to society? So this is, I think, so this becomes, the integrated education becomes something that is very important. And so that is where, when we have science students, they should have a very clear idea about the humanities. They should have courses on history, philosophy, or, I mean, not all of that, but I think that kind of interaction between the sciences and the humanities is going to be important. Also for humanities, what is the scientific way of thinking? Because today the world is fully scientific. There is not one aspect of our life which is not affected by science or technology. So you cannot live without an awareness of what is science, because otherwise you're leaving science all to the scientists. And that can take the country in a very different direction. So ethical aspects have to be brought in. And that is where the role of humanities in interacting with science becomes very important. So what is science? What is non-science? What is technology? Who controls that technology? Who controls the science that is done? So these are all aspects that can be brought out in a student's thinking if these kind of integrated interactions between humanities and the sciences exist. So I just, with these few words, as you can see, most of these things had already been mentioned by the Honorable Minister, and I think it is also covered in that Commission report. And I hope that with the discussions that follow, I'm sure that this is a very good opportunity, because we are standing at a very important point in history, I think, which we owe it to the students and we owe it to the future citizens of this country to bring about these changes in a way. And the role of teachers in this is going to be very, very important, because, as I said, the delivery is finally from the teachers. And that buy-in that Dr. Rajan Varghese was saying, that ownership has to come from all of you. And I hope that during this discussion, these aspects will be discussed. And I wish this program all success. Thank you very much. Thank you, sir. അടുത്ത പ്രഭാഷണത്തിനായി കാലിക്കറ്റ് സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ കെ എൻ ഗണേശനെ ക്ഷണിക്കുന്നു. ആദരണീയ മന്ത്രി ഡോക്ടർ ബിന്ദു ടീച്ചർ, പ്രൊഫസർ സുരേഷ് ദാസ്, പ്രൊഫസർ രാജൻ വർഗീസ്, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്ന മിക്കവാറും കാര്യങ്ങളും ഇവിടെ പ്രൊഫസർ സുരേഷ് ദാസ് പറഞ്ഞ പോലെ ഇതിനകം തന്നെ പറഞ്ഞു തീർത്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ അതേ രീതിയിലുള്ള അഭിപ്രായമായിരിക്കില്ല എന്നിൽ നിന്ന് വരുന്നത്. അതിനോട് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ക്ഷമ ചോദിക്കുന്നത്. ഞാനിവിടെ കാണുന്നത് ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഹയർ എഡ്യൂക്കേഷന് യഥാർത്ഥത്തിൽ ഇതുവരെ കേരളത്തിൽ ഞാൻ അറിയുന്നിടത്തോളം ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമുക്കുണ്ടായത് മുഴുവനും യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ചില നോട്ടുകളും, പിന്നെ മുമ്പ് ഇവിടെ രാജൻ വർഗീസ് സാറ് സൂചിപ്പിച്ച പോലെ CBCSSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആദ്യകാല നോട്ടും ഒഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തേണ്ടത്, അതിൻ്റെ ഓപ്റ്റിമാലിറ്റി എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് നമുക്കിതുവരെ രൂപപ്പെടുത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു എക്സർസൈസ് ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു ദൗർബല്യം എനിക്ക് തോന്നുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല കാര്യങ്ങളും ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല. നമുക്ക് ഒരു 4 വർഷത്തെ കോഴ്സ് എന്നുള്ളത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെ കൊണ്ടുവരണമെന്നുള്ളതിനെക്കുറിച്ച് ശ്യാം മേനോൻ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ എൻ്റെ അഭിപ്രായത്തിൽ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ആ ശ്രദ്ധേയമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ശ്യാം മേനോൻ കമ്മിറ്റി റിപ്പോർട്ടിൽ അദ്ദേഹം 3 ഘട്ടങ്ങളായിട്ട് ഈ
ചതുർവത്സര കോഴ്സിനെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കോഴ്സായാലും അതിനെ വേർതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ, പാത്വേസ്, ക്യാപ്സ്റ്റോൺ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന അതിൽ നിന്ന് തുടങ്ങാവുന്നതാണ് ഞാൻ കരുതുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ കോഴ്സ് തീരുമാനിക്കുന്ന സമയത്ത് ക്യാപ്സ്റ്റോൺ വഴി എത്തേണ്ടുന്ന ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് നോളജ്, ഇവിടെ പറഞ്ഞ പോലെ നോളജ് പ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേക തലം എന്ന് പറയുന്നത് ഏതൊരു കരിക്കുലം ഫ്രെയിംവർക്കിലും നിർണ്ണയിക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ നിർണ്ണയിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽപ്പെടുന്നതാണ് എന്നാണ് എൻ്റെ തോന്നൽ. ഒന്ന്, നോളജ് കണ്ടൻറ്റ് തന്നെയാണ്. നോളജ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഞാൻ 21-ാം നൂറ്റാണ്ട് 20-ാം നൂറ്റാണ്ട് തുടങ്ങിയ ചർച്ചകളിലേക്കൊന്നും പോകുന്നില്ല. അതിനു പകരം നമുക്കിപ്പോൾ ഒരു പക്ഷേ നമ്മളുടെ മുമ്പിലുള്ളൊരു കുട്ടിയുടെ അവർക്ക് അവരവരെ സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ കൊടുക്കേണ്ടുന്ന ഓപ്റ്റിമാലിറ്റി ഓഫ് നോളജ് ഇന്നെന്തായിരിക്കണം, അതായത് ഇന്നത്തെ സന്ദർഭത്തിൽ എന്തായിരിക്കണം എന്നുള്ളതിൽ ഊന്നിക്കൊണ്ടായിരിക്കണം എപ്പോഴും തന്നെ ഓപ്റ്റിമാലിറ്റി തീരുമാനിക്കുന്നു. അപ്പോൾ ഏതൊരു തരത്തിലുള്ള കരിക്കുലം ഫ്രെയിംവർക്കിലും സ്വാഭാവികമായിട്ടും എടുക്കുന്ന വിഷയങ്ങളിൽ സയൻസ് ആയാലും ടെക്നോളജി ആയാലും സോഷ്യൽ സയൻസ് ആയാലും കൾച്ചറൽ സ്റ്റഡീസ് ആയാലും ലാംഗ്വേജ് ആയാലും എന്തായാലും അതിലാവശ്യമായിട്ടുള്ള നമ്മളൊരു 4 വർഷം കൊണ്ട് കുട്ടി എത്തണം എന്ന് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള നോളജ് പ്രൊഡക്ഷൻ്റെ സ്കിൽസിൻ്റെയൊക്കെ തലം എന്തായിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു ബാധ്യത എനിക്ക് തോന്നുന്നത് കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തത് ഒരു പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു പ്രശ്നമാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സയൻറ്റിസ്റ്റുകളെ നമ്മളുടെ തലത്തിലുള്ള വളരെ വളരെ ഓപ്റ്റിമൽ ലെവലിലുള്ള അഡ്വാൻസ്ഡ് ലെവലിലുള്ള ലേണിംഗ് കപ്പാസിറ്റീസിലുള്ള കുട്ടികളെ സൃഷ്ടിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അതേസമയം തന്നെ ശാമ്യനം കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അത് 2036-നകം 75% ഓഫ് ദ ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ വിൽ ബി ബ്രോട്ട് ടു ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നൊരു തലം കൂടി അതിൻ്റെ അകത്തുണ്ട്. 75% എന്ന് പറയുന്ന ഒരു പക്ഷേ ശേഷം കുറവായിരിക്കാം, 100% എന്നും ഒരു പക്ഷേ ആഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാവുന്ന പോലെ ഇന്നത്തെ അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, അവിടെ പ്രൊഫസർ ദാസുമായിട്ട് ചെറിയൊരു വിയോജിപ്പ് എനിക്കുണ്ട്. അതൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ മാത്രമല്ല, ഒരു ആക്ച്വൽ സോഷ്യൽ ഇഷ്യൂ ആണ്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആദിവാസി കുട്ടി, ദളിത് കുട്ടി, ഏറ്റവും താഴത്തുള്ള തീരദേശവാസികളായ കുട്ടികൾ, ഇത്തരത്തിലുള്ള കുട്ടികളെ മുഴുവനും നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുവരികയും ആ ഹയർ എഡ്യൂക്കേഷനിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന അവർക്ക് ഓപ്റ്റിമൽ ലേണിംഗ് സാധ്യമായ സ്കിൽഡ് മേഖലകളിലും നോളജ് ഏരിയാസിലും ഒക്കെ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചെയ്യുമ്പോൾ, ഇത്തരത്തിൽ ചെയ്യുമ്പോൾ ആ ഒരു തലം കൂടി നമ്മൾ എപ്പോഴും തന്നെ ഈ പറയുന്ന കരിക്കുലം ഫ്രെയിംവർക്കിൽ ആവശ്യമാണ് എന്നുള്ളതാണ് മറ്റൊന്ന്. അതായത് അത് കണ്ടൻറ്റിൻ്റെ ഫോമിൻ്റെ മാത്രം പ്രശ്നമല്ല, സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഫോം കൂടി അതിനകത്ത് വരും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന്. അത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നാണ്. കാരണം ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് കാണേണ്ടത്, എഞ്ചിനീയറിംഗ് കോളേജുകളെ സംബന്ധിച്ച് അതേ എനിക്കറിയുള്ളൂ, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റി അത്ര എനിക്കറിയില്ല. മെഡിക്കൽ കോളേജ് താരതമ്യേന ഭേദമാണെന്നുള്ളതാണ് എൻ്റെ ധാരണ. പക്ഷേ അവിടെയുള്ള SC ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടങ്ങനെ കൂടുന്നു എന്നുള്ള ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്തുകൊണ്ട് കൂടുന്നു? എവിടെയാണ് അതിൻ്റെ പ്രശ്നം? ഒരു പക്ഷേ സ്കൂൾ എഡ്യൂക്കേഷനിലായിരിക്കും, ഹയർ എഡ്യൂക്കേഷനിലായിരിക്കും, എവിടെയാണെന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള നമ്മളുടെ ഇടയിൽ തന്നെയുള്ള സോഷ്യൽ ഇൻഇക്വാളിറ്റീസിൻ്റെ തലമെന്ന് പറയുന്നത് പരിശോധിച്ചുകൊണ്ട് മാത്രം അതിന് കൃത്യമായ മറുപടികൾ കണ്ടെത്തിക്കൊണ്ടുമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഈ മറ്റേ കരിക്കുലത്തിൽ അതിനെക്കുറിച്ചുള്ള സ്ലോട്ടുകൾ വിഭാവനം ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഇവിടെ സൂചിപ്പിച്ചു. ഫൗണ്ടേഷൻ ഞാൻ പാത്വേസ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അതെങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രീ റിക്വസിറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും തന്നെ റെപ്പറ്റീഷനോ റെപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്കൊരിക്കലും തന്നെ ഉദാഹരണത്തിന് ഓപ്റ്റിമലായിട്ട് ഹയർ സെക്കൻഡറിയിൽ വരുന്നൊരു കുട്ടിക്ക് കിട്ടേണ്ടുന്ന നോളജിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം ഒരു കോളേജിയറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. ഇത് നമ്മൾ പരിശോധിക്കേണ്ടത് ഏറ്റവും പ്രധാനം. ഞാൻ ചർച്ച ചെയ്യാൻ
എല്ലാം ചർച്ചയ്ക്ക് വിധേയമാണെന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് 4 ഇയർ ഡിഗ്രി പ്രോഗ്രാംസ് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ് എൻ്റെ ധാരണ. ആദ്യം UK ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വലിയൊരു പ്രോബ്ലം യഥാർത്ഥത്തിൽ +2 തലത്തിൽ എന്ന് പറഞ്ഞാൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ തലത്തിൽ ഓപ്റ്റിമൽ ലെവലിൽ അന്ന് കിട്ടേണ്ടിരുന്ന വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ കിട്ടുന്നില്ല എന്ന് കണ്ടതുകൊണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ 1 വർഷം കൂട്ടിച്ചേർക്കേണ്ടി വരികയാണ് ചെയ്തത്. ഫൗണ്ടേഷൻ എന്നുള്ള തലത്തിൽ 1 വർഷം കൂട്ടിച്ചേർക്കേണ്ടി വരികയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ. അല്ലെങ്കിൽ നേരിട്ട് തന്നെ ദേ കുഡ് ഹാവ് ഗോൺ അഹെഡ് വിത്ത് സയൻസ് ഓർ മറ്റു തരത്തിലുള്ള എഡ്യൂക്കേഷനുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാമായിരുന്നു. അത് കഴിയാതെ വന്നത് യഥാർത്ഥത്തിൽ ഹയർ സെക്കൻഡറി അവരുടെ സ്കൂൾ സിസ്റ്റത്തിൽ 1980 ശേഷം, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്നും, അത് വന്ന മാറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ട്രീമിലേക്ക് ഒരു കുട്ടി വരണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ബേസിക്സ് എന്ന് പറയുന്നത് സ്കൂൾ എഡ്യൂക്കേഷനിൽ കിട്ടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫൗണ്ടേഷൻ കോഴ്സസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരേണ്ടി വന്നു. ഇത് 1990s മറ്റേ ഇംഗ്ലണ്ടിൽ സംഭവിച്ച കാര്യമാണ് ഞാൻ അവിടെ പറയുന്നത്. അങ്ങനെ വരേണ്ടി വരുമ്പോൾ അതിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് നമ്മളുടെ ഇന്നത്തെ +2 വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രീ റിക്വസിറ്റായിട്ടൊന്ന് പ്രവർത്തിക്കുന്നുണ്ടോ? അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, നമുക്കത്ര ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളത് റിപ്പീറ്റ് ചെയ്യേണ്ട കാരണം 18 വയസ്സുള്ള 17 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സോഷ്യൽ ബിഹേവിയറൽ ആയിട്ടുള്ള എല്ലാ സംഗതികളും കുട്ടിക്ക് സ്കൂൾ ലെവലിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമുക്കത് ഉറപ്പില്ല. അതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും. നമുക്കത് ഉറപ്പില്ല എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം സ്കൂൾ എഡ്യൂക്കേഷനിൽ നടക്കുന്ന പ്രീ റിക്വസിറ്റ്സ് എപ്പോഴും കരിക്കുലം ഫ്രെയിം വർക്കിനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന ഇതായി സ്വീകരിക്കണമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി. അങ്ങനെ വരുമ്പോൾ ഫൗണ്ടേഷൻ കോഴ്സസ് എന്തായിരിക്കണം? ഇതുതൊട്ടാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇതിൽ ഞാൻ ഒരു 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 മോഡൽ മാത്രമാണ് ഇവിടെ നിർദ്ദേശിക്കുന്ന. ആ മോഡൽ സ്വീകരിക്കണമെന്നില്ല, ശരിയാവണമെന്നില്ല. ആ മോഡൽ ഇങ്ങനെയാണ്. അതായത് ഫസ്റ്റ് ലെവൽ ഫൗണ്ടേഷൻ നമ്മൾ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കോഴ്സിൽ കുട്ടികൾ തിരഞ്ഞെടുക്കുന്ന സയൻസ് ആയാലും സോഷ്യൽ സയൻസ് ആയാലും എന്തായാലും അത്തരത്തിലുള്ള മേഖലകളിലേക്കുള്ള അടിസ്ഥാന ഇൻഡക്ഷനാണ് യഥാർത്ഥത്തിൽ, പാത്വേ ആണ് യഥാർത്ഥത്തിൽ, ബ്രിഡ്ജ് ബിൽഡിംഗ് ആണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന കോഴ്സുകൾ നമ്മൾ ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള സോഷ്യൽ കേപ്പബിലിറ്റീസ് മുഴുവൻ അവിടെ ബിൽഡ് ചെയ്യണം എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. കുട്ടി അത് ബിൽഡ് ചെയ്തോളൂ തന്നെത്താൻ. ഐ അഗ്രി വിത്ത് ദി പ്രിൻസിപ്പിൾ ദാറ്റ് സെൽഫ് ലേണിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് അടിത്തറ. അങ്ങനെ വരുമ്പോൾ കുട്ടി അത് ബിൽഡ് ചെയ്തോളൂ. പക്ഷേ അതേസമയം തന്നെ നിങ്ങൾക്കൊരു വിഷയം പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന് ആവശ്യമായിട്ടുള്ള ഇൻഡക്ഷൻ കുട്ടിക്ക് കിട്ടിയിരിക്കണം. അത് കിട്ടുന്നതിനാവശ്യമായിട്ടുള്ള തരത്തിൽ ഫൗണ്ടേഷൻ ഡിസൈൻ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ന് നടക്കുന്ന കോമൺ കോഴ്സസ് ആണോ എന്ന് വേണ്ടത്, വേറൊരു തരത്തിലാണോ ഡിസൈൻ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള ആദ്യത്തെ കാര്യം. അതനുസരിച്ച് 2 സെമസ്റ്റർ ആണോ 1 സെമസ്റ്റർ ആണോ എങ്ങനെ വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഇപ്പോൾ 2 സെമസ്റ്റർ എന്ന് പറയുന്ന നിർദ്ദേശം വന്നിട്ടുണ്ടെന്നോ അങ്ങനെ തന്നെയാണോ വേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണമെന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാത്വേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ മനസ്സിലാക്കുന്ന പാത്വേസ്, ഒരുപക്ഷെ ദർ മേ ബി ഡിസഗ്രിമെൻറ്റ്സ്, അത് പാത്വേസ് എന്ന് പറയുന്നത്, ഞാൻ കാണുന്ന പാത്വേസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പർട്ടിക്കുലർ ഏരിയയിൽ ഇറ്റ് കുഡ് ബി ഇൻ്റർ ഡിസിപ്ലിനറി, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അവിടെ പോകുന്നില്ല, ആ മേഖലയിൽ കിടക്കുന്ന ഡേറ്റ അസിമുലേഷൻ പ്രോസസ്സ് മുഴുവൻ നടന്നിരിക്കണം. അതായത് ബേസിക്കായിട്ടുള്ള കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള നോളജ് ബിൽഡിങ്ങിന് നോളജ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ അസിമുലേഷൻ ഇൻ ടേംസ് ഓഫ് ബോത്ത് തിയറി ആൻഡ് പ്രാക്ടീസ്. ഞാനവിടെ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവിടെയാണ് സ്കിൽ ലേണിങ്ങിൻ്റെ ഒക്കെ പ്രാധാന്യം വരുന്നത്. അതായത് സ്കിൽ ലേണിംഗ് അടക്കമുള്ള തിയറിയും പ്രാക്ടീസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള മുഴുവൻ കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടിയിരിക്കണം. അത് എങ്ങനെ വേണം തുടങ്ങിയാൽ അത് ഞാനിവിടെ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളോട് യോജിക്കും. കുഡ് ബി ഡയലോഗിക്കൽ, ഇൻറ്ററാക്റ്റീവ്, അതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരു സംശയവും. പക്ഷെ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പിന്നെ ഒരു 3rd സ്റ്റേജിലാണ്, ഈ ക്യാപ്സ്റ്റോൺ സ്റ്റേജിൻ്റെ അടുത്തെത്തുമ്പോഴാണ് കുട്ടി നോളജ് പ്രൊഡക്ഷനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഡാറ്റ അസിമുലേഷൻ്റെ അടിസ്ഥാനത്തിൽ, സ്കിൽസിൻ്റെ അടിസ്ഥാനത്തിൽ
അത് യു ഇന്നോവേറ്റ്, അപ്പോഴാണ് ക്രിയേറ്റീവ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കേപ്പബിലിറ്റി ബിൽഡിംഗ് മുഴുവൻ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ തിയററ്റിക്കൽ നോളജിൻ്റെ പുതിയ തലങ്ങളും കുട്ടി മനസ്സിലാക്കുന്ന ആ സമയത്താണ് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ, അത്തരത്തിൽ വരുമ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ നോളജ് പ്രൊഡക്ഷൻ്റെ സ്റ്റേജിലാണ് എത്തുന്നത് എന്നുള്ളതാണ് മൂന്നാമത്തെ സംഗതി. നാലാമത്തെ സംഗതി ഒരു പക്ഷേ ചർച്ച ചെയ്യാവുന്ന കാര്യമാണ്. ഈ എക്സിറ്റിനോട് പൂർണ്ണമായിട്ടുള്ള യോജിപ്പ് എനിക്കില്ല ഞാൻ പറയുകയാണ്. പൂർണ്ണമായിട്ടുള്ള യോജിപ്പ് എനിക്കില്ല എന്ന് പറയണം. കാരണം ഇറ്റ് ഈസ് എ കോംപ്രമൈസ് വിത്ത് 3 ഇയർ കോഴ്സ് ആൻഡ് 4 ഇയർ കോഴ്സ്. ഇത് ഈ 3 ഇയർ കോഴ്സാണോ 4 ഇയർ കോഴ്സാണോ വേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു ആശയക്കുഴപ്പത്തിൻ്റെ പുറത്തുണ്ടായി വന്നാണ് എക്സിറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പരിശോധിക്കേണ്ട കാര്യം മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എക്സിറ്റ് കൊടുക്കുന്നതുകൊണ്ട് കുട്ടിക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സ്കിൽ ലേണിങ്ങിൻ്റെ തലം എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ ഈ ലൈഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കുട്ടിക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ 4th ഇയറിൻ്റെ ഉദ്ദേശം അങ്ങനെ എക്സിറ്റ് കൊടുക്കാമെങ്കിൽ 4th ഇയറിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു പ്രോബ്ലം അവിടെ കിടപ്പുണ്ട്. കാരണം നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് മുമ്പ് പറയുന്നതിൽ പൂർണ്ണ രൂപത്തിലെത്തണമെങ്കിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള ഇന്നോവേറ്റീവ് പ്രോഗ്രാംസ്, ക്രിയേറ്റീവ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ റിസർച്ച് കേപ്പബിലിറ്റീസ് അതൊക്കെ തന്നെ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നോളജ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഓപ്റ്റിമൽ ലെവലിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എക്സിറ്റ് കൊടുക്കുക? അതിനു മുമ്പ് എക്സിറ്റ് കൊടുക്കുന്നത് എത്രമാത്രം ശരിയാണ്? ഞാനത് വെറുതെ ചർച്ചയ്ക്ക് വേണ്ടി വെക്കുന്നതാണ്. നമുക്കൊരു ഡിഗ്രി മാത്രം കൊടുത്ത് വിടുകയാണെങ്കിൽ എക്സിറ്റ് കൊടുത്ത് വിടാം. അല്ലെങ്കിൽ ഡിഗ്രി മാത്രം കൊടുക്കുകയല്ല, ഈ പറയുന്ന ലേണിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് കുട്ടി അന്ത്യതലത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേപ്പബിലിറ്റി ബിൽഡിംഗ് നടത്തിക്കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വന്നെങ്കിൽ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ എക്സിറ്റിൻ്റെ പ്രാധാന്യം അപ്പോഴാണ് വരിക എന്ന് തോന്നുന്നു. കാരണം ഞാനത് കാണുന്നത് ഈ പറയുന്ന കോഴ്സിൻ്റെ ഒരു പ്രോജക്റ്റ് മോഡിൻ്റെ രൂപത്തിലാണ് കോഴ്സിന് മുഴുവൻ കാണുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ അത് പരിശോധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ കൊടുക്കുമ്പോൾ ലാറ്ററൽ എൻട്രി, 2 ഇയർ PG, 1 ഇയർ, ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതിപ്പോൾ തന്നെ അതിന് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാളെ ഇതൊക്കെ തിരിച്ച് എന്താ പറയണ്ടേ, 1 ഇയർ കോഴ്സാണോ 2 ഇയർ കോഴ്സാണോ UGC തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടി 4 ഇയർ പ്രോഗ്രാം കഴിഞ്ഞ് PhDക്ക് ഡയറക്റ്റായിട്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് എവിടെ കൊണ്ടൊന്ന് അവസാനിപ്പിക്കുന്നുള്ള ഇഷ്യൂ ആയി മാറും. സോ ദെയർഫോർ കരിക്കുലം ഡിസൈനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചേർന്ന ഓപ്റ്റിമാലിറ്റി ആദ്യം തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടിയുടെ നോളജ് പ്രൊഡക്ഷൻ്റെ തലമെന്ന് പറയുന്നത് പൂർണ്ണമാക്കുകയും ചെയ്യുന്ന എവിടെയാണോ അതാണ് എക്സിറ്റ് പോയിൻ്റായിട്ട് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു. ബാക്കി ചർച്ചയിൽ വരാവുന്ന കാര്യങ്ങൾ അവിടെയാണ് എക്സിറ്റ് പോയിൻ്റ്, അല്ലെങ്കിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് എൻ്റെ ധാരണ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ആവശ്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഇൻ്റർഡിസിപ്ലിനാരിറ്റി ആണ്, മൾട്ടി ഡിസിപ്ലിനാരിറ്റി അല്ല അംഗീകരിക്കേണ്ടതെന്നുള്ളതാണ് എൻ്റെ വാദം. വേറൊന്നും കൊണ്ടല്ല. ഞാനിവിടെ പറയുന്നത്, ഇവിടെ പ്രൊഫസർ ദാസ് സൂചിപ്പിച്ച കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. കാരണം അവിടെ വരുന്നത് പ്രധാനമായിട്ടും ഏതൊരു ഡിസിപ്ലിനും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഇൻഡിപെൻഡൻ്റായിട്ട് ഓട്ടോണമസ് ആയിട്ട് ഇപ്പം നിൽക്കുന്നില്ല. എനി സയൻസ് സബ്ജക്റ്റ് ഓർ എനി സോഷ്യൽ സയൻസ് സബ്ജക്റ്റ്, എനി കൾച്ചറൽ സ്റ്റഡീസ്, ലാംഗ്വേജ്, ഇതൊന്നും തന്നെ ഒരേ ഏരിയയിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നില്ല, ഓട്ടോണമസ് ആയിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ അങ്ങനെ നിൽക്കാത്ത വിഷയങ്ങളെ നമ്മൾ കൃത്രിമമായിട്ട് വേർതിരിക്കുകയാണോ വേണ്ടത്? അത് യഥാർത്ഥത്തിൽ എത്തിച്ചേരേണ്ട നോളജിൻ്റെ തലം, സ്കിൽസിൻ്റെ തലം എന്താണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനിച്ച തലത്തിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടതെന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തീർച്ചയായിട്ടും മ്യൂസിക്കും എന്താ പറയണ്ടേ, ഫിസിക്സും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാം, യാതൊരു വിരോധവുമില്ല. ഐ വുഡ് ഓൾസോ, എനിക്ക് തോന്നുന്നത് അതിനോടൊപ്പം തന്നെ സ്ട്രിങ്സിൻ്റെ ഫിസിക്സും കൂടി കുട്ടി പഠിക്കുന്ന വളരെ നന്നായിരിക്കും. അതിനെപ്പറ്റി എനിക്ക് യാതൊരു തർക്കവുമില്ല. അത് കുട്ടിയുടെ താല്പര്യമാണ്. അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല. അങ്ങനെ വരുമ്പോഴും അതും ഇൻ്റർഡിസിപ്ലിനാരിറ്റിയുടെ രൂപമാണ് എന്നുള്ളത് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത് പ്രധാനപ്പെട്ട സംഗതി. അല്ലാതെ കൃത്രിമമായിട്ട് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ്, എന്താണ് മറ്റേ എക്കണോമിക്സ്, മറ്റേ അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞ് 3 വിഷയങ്ങൾ പഠിപ്പിച്ച് കളയാം എന്ന് പറഞ്ഞ് തീരുമാനിച്ചതിന് ഡിഗ്രി കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി, അത് യഥാർത്ഥത്തിൽ കുട്ടിക്ക് പൊളിറ്റിക്കൽ സയൻസും കിട്ടില്ല, അനിമൽ ഹസ്ബൻഡറിയും കിട്ടില്ല, ഒന്നും കിട്ടാത്ത അവസ്ഥയിലേക്ക് കുട്ടി എത്തും എന്നുള്ളതാണ്. അത്
നമ്മളുടെ NEP 2020 നിലപാട് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതും ഇവിടെ സൂചിപ്പിക്കാം. പിന്നെ ഒരു കാര്യം കൂടി, സോഷ്യൽ സയൻസസിനെ ലാംഗ്വേജിനെ കുറിച്ചും പറയേണ്ടതിൻ്റെ കാര്യമുണ്ട്. ഇന്നത്തെ സോഷ്യൽ സയൻസ് കോഴ്സസ് സയൻസിനത് ബാധകമാണ്, പക്ഷേ സോഷ്യൽ സയൻസസ് കോഴ്സ് ഞാനത് പഠിപ്പിച്ചു വന്ന ആളെന്നുള്ള നിലയിൽ പറയുന്നൊരു കാര്യമാണ്. ഇറ്റ് ഹാസ് ടു ബി കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽഡ് ആൻഡ് റീഓർഗനൈസ്ഡ്. ഇത് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത അവസ്ഥയാണ്. കുട്ടി ഹിസ്റ്ററിയും എക്കണോമിക്സ് ഒന്നും പഠിക്കുന്നില്ല. വെറുതെ ആവശ്യമില്ല എന്തിനാണ് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നത്. പഠിക്കുന്നില്ല കുട്ടി. എന്തുകൊണ്ടാണ് പഠിക്കാത്തത്? ബിക്കോസ് മുമ്പ് പറഞ്ഞ പോലെ ഇൻക്യുബസിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ച്വൽ സ്കിൽ ലേണിംഗിൻ്റെ അടിസ്ഥാനത്തിലാണ് കുട്ടി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫാക്ട്സ് മാത്രം, ഡാറ്റ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. വി ആർ ഗിവിങ് ദം സിമ്പിൾ ഡാറ്റ. വേറൊന്നും ചെയ്യുന്നില്ല. നമ്മൾ നമ്മൾ യഥാർത്ഥത്തിൽ എങ്ങനെ കണ്ടെത്തണമെന്നുള്ളത്, ഇറ്റ് ഇസ് നിങ്ങളുടെ സൊസൈറ്റി നിങ്ങളുടെ മുമ്പിൽ കിടക്കുകയാണ്. ആ സൊസൈറ്റിയിൽ എങ്ങനെ കണ്ടെത്തണമെന്ന് കുട്ടിയോട് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. അങ്ങനെ കണ്ടെത്തണമെന്ന് പഠിപ്പിക്കാതെ നിങ്ങൾ എന്ത് തരത്തിലുള്ള മൈക്രോ എക്കണോമിക്സ് എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? ദർ ഇസ് നോ യൂസ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി. ഹിസ്റ്ററിയെ പോലെയുള്ള ഞാൻ പഠിപ്പിക്കുന്ന വിഷയം വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കുറേ ഹിസ്റ്ററി ഇങ്ങനെ പഠിപ്പിക്കുന്നതല്ലാതെ എങ്ങനെയാണ് ചുറ്റുപാടുമുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ട് വേർ ഡു യു ഫൈൻഡ് ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന് ചോദിച്ചാൽ കുട്ടിക്ക് അറിയില്ല. നിന്ന് തൊട്ടു മുമ്പിലുള്ള ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്റ്റിനെ കുറിച്ച് കുട്ടിക്ക് അറിയാതെ നമ്മൾ ഈ മറ്റേ മെസൊപ്പൊട്ടാമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിപ്പിച്ചുകൊണ്ട് എന്താ കാര്യം? ഇത് ഷിയർ വേസ്റ്റ് ഓഫ് ടൈം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അത് റീഓർഗനൈസ് ചെയ്യേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. അത് എല്ലാ സോഷ്യൽ സയൻസസിനും ബാധകമാണ്. ഐ ആർഗ്യൂ ദാറ്റ് ബിന്ദു ടീച്ചറിനോടുള്ള അവർ ലാംഗ്വേജ് ടീച്ചർ ആയിരുന്നുകൊണ്ട് പറയുകയാണ്, അത് യഥാർത്ഥത്തിൽ ലാംഗ്വേജ് ടീച്ചിങ്ങിനും ബാധകമാണ്. കാരണം എന്താ വെച്ചാൽ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു കോഴ്സ് കൊടുക്കലല്ല. അതിന് വരെ ഹൗ ഡു യു ആക്ച്വലി സി ഈ ലാംഗ്വേജ് എന്ന് പറയുന്ന സംഗതിയുടെ അതിൻ്റെ ഡിസ്കഴ്സീവ് ഫോംസിൽ നിന്ന് എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പ്രദേശത്തിൻ്റെ സംസ്കാരം എങ്ങനെ മനസ്സിലാക്കിയെടുക്കും, മലയാളത്തിൽ നിന്ന് എങ്ങനെ ഇതാണ് പഠിക്കേണ്ടത് കുട്ടി. അല്ലാതെ ലാംഗ്വേജ് പഠിക്കുകയല്ല കുട്ടി ചെയ്യുന്നത്. ലാംഗ്വേജ് അർത്ഥത്തിൽ +2 വരത്തെ പഠിക്കുന്ന ലാംഗ്വേജൊക്കെ മതിയോ? അതിൽ കൂടുതൽ ലാംഗ്വേജ് ഒന്നും ഇന്നിപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്മാർട്ട് ഫോൺ ചെയ്യാനോ അതിൽ കൂടുതൽ ലാംഗ്വേജ് ഒന്നും ആവശ്യമില്ല. അത്രയും പോലും ലാംഗ്വേജ് ആവശ്യമില്ല എനിക്ക് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ബുദ്ധിമുട്ടുന്നത്? അതുകൊണ്ട് തന്നെ ആക്ച്വൽ ലേണിംഗ് ഷുഡ് ബി ഡൺ. ഇതിനെ എങ്ങനെയാണ് ഡിസഗ്രിഗേറ്റ് ചെയ്ത് അതിൽ നിന്ന് നോളജ് ഫോംസ് എങ്ങനെ വളർന്നു വന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചു കൊണ്ടുവരാനുള്ള കഴിവാണ് ലാംഗ്വേജ് ടീച്ചിങ്ങിലൂടെ യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ് ആണോ വേണ്ടത് അതോ ഫസ്റ്റ് ലാംഗ്വേജ് ടീച്ചിങ് ആണോ വേണ്ടതെന്നുള്ള പ്രശ്നവും അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ് യഥാർത്ഥത്തിൽ ആവശ്യമാണ്. ഒരുപാട് മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമാണ്. സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചിങ് ആണോ വേണ്ടത്, അങ്ങനെയാണോ വേണ്ടതെന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളൊന്നാണ് എന്ന് മാത്രമാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ലാസ്റ്റ് പോയിന്റ് കഴിഞ്ഞു. അത് ക്യാമ്പസ് 8 മുതൽ 8 വരെ എന്ന് പറയുന്ന നിർദ്ദേശം വെച്ചു. ഐ വെൽക്കം ദാറ്റ്. സാറുമാരോടുള്ള എല്ലാ ബഹുമാനത്തോടു കൂടി ഐ വെൽക്കം ദാറ്റ്. പക്ഷേ 8 മുതൽ 8 വരെ ഉള്ള ക്യാമ്പസ് ടൈം എന്ന് പറയുന്നത് കുട്ടികളുടേതാണ്. ആക്ച്വലി 8 മുതൽ 8 വരെ മാത്രം ത്രൂ ഔട്ട് 24 hours ക്യാമ്പസ് ടൈമാണ് കുട്ടികൾ. സാറുമാരോട് കണ്ട കാര്യമൊന്നുമില്ല. അവർ ഈ വടിയായിട്ട് 8 മുതൽ 8 വരെ സാറന്മാർ വടിയായിട്ട് നടന്നു കഴിഞ്ഞാൽ കുട്ടികൾ ആ വഴിക്കുണ്ടാവില്ല, ഉറപ്പാണ്. വഴിക്കുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് ഷിഫ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. ലെറ്റ് ദം കം ആൻഡ് ടീച്ച് ഇൻ എ പർട്ടിക്കുലർ ടൈം ആൻഡ് ഗോ. ലെറ്റ് ദം നോട്ട് ട്രബിൾ, ലെറ്റ് ദ ചൈൽഡ് ലേൺ. അവിടെ നിന്ന് സെൽഫ് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ലൈബ്രറികൾ തുറന്നു കൊടുക്കുക, ലാബുകൾ ഓർഗനൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ക്യാമ്പസ് സിറ്റുവേഷൻ പറയുമ്പോൾ അങ്ങനെയുള്ള ക്യാമ്പസ് എന്ന് വെച്ചാൽ ക്യാമ്പസിൻ്റെ അറ്റ്മോസ്ഫിയർ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് കർഫ്യൂ, 7 മണിക്ക് കർഫ്യൂ, അത് എപ്പോഴാണ് കർഫ്യൂ നടത്തേണ്ടതെന്നുള്ളതിനെ പറ്റിയുള്ള തർക്കം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സാറന്മാർ വടിയായിട്ട് നിൽക്കുക. ഇതിൻ്റെ ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലായില്ല. ദേ ആർ കമ്മിങ് ദെയർ ടു ലേൺ, വി ആർ നോട്ട് ഗോയിങ് ദെയർ ടു ടീച്ച്. ഇവിടെ ഒരു സ്കൂളുണ്ട്, അവിടെ ഓരോ എന്താ പറയണ്ടേ 6ാം ക്ലാസ്സിന് 7ാം ക്ലാസ്സിന് 10ാം ക്ലാസ്സിന് 12ാം ക്ലാസ്സിന് വെവ്വേറെ വടിയാണെന്ന് പറയും. അതെന്ത് വടിയാണത് എന്ന് മാത്രമല്ല ആ വടി കൊണ്ട് അടികൊള്ളിൽ സാറ് പ്രൊട്ടസ്റ്റ് ചെയ്തത് നിങ്ങൾ ഇവിടെ നിന്ന് പൊക്കോളാനാണ് സ്കൂൾ പറയുന്നത്. ഇവിടെ തൊട്ടടുത്തുള്ളൊരു സ്കൂളാണ്.
ഇത് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? സോ കുട്ടി ആക്ച്വലി സെൽഫ് ലേണിങ്ങും ഇൻട്രാക്റ്റീവ് ലേണിംഗാണ് വേണ്ടതെങ്കിൽ ക്യാമ്പസ് ഷുഡ് ബി റീഓർഗനൈസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ആക്ച്വലി ഇറ്റ് ബിക്കംസ് പോസിബിൾ ഫോർ ദ സ്റ്റുഡൻസ്. ടീച്ചേഴ്സ് അല്ല ക്യാമ്പസിനെ കൺട്രോൾ ചെയ്യുന്നത്. ടീച്ചേഴ്സ് അവിടെ വന്ന് പഠിപ്പിക്കുക, ആവശ്യമുണ്ടെങ്കിൽ കുത്തിരിക്കുക, വൈകുന്നേരം ചായ കുടിക്കുക, പോവുക, ഇല്ലേ? അത് അപ്പോൾ അത്രയൊക്കെ ചെയ്താൽ മതി എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുകൊണ്ട് ബട്ട് ദ ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ വിൽ ഹാവ് ടു ബി റീഓർഗനൈസ്ഡ്. അവിടെ എത്ര ദിവസം വേണം? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോഴും ഓർഗനൈസിങ് സൺഡേ ലൈബ്രറി ഇപ്പോഴും നമുക്ക് തുറന്നു കൊടുക്കാൻ കഴിയാറില്ല. ദർ ഇസ് നോ ക്യാമ്പസ് ഇൻ, I think as far as I know, there is no campus in Kerala where the libraries are open on Sundays. എൻ്റെ അറിവനുസരിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ലൈബ്രറീസ് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം പോലും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പം അങ്ങനെയാണോ ക്യാമ്പസ് നടത്തിക്കൊണ്ടുപോകുന്നത്? ഓൾ ദീസ് തിങ്സ് വിൽ ഹാവ് ടു ബി സീരിയസ്ലി ഡിസ്കസ്ഡ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഈ കരിക്കുലം ഫോർമാറ്റിൻ്റെ രൂപം അനുസരിച്ചിട്ട് ആണ് യഥാർത്ഥത്തിൽ ക്യാമ്പസിൻ്റെ ഫോർമാറ്റ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. പിന്നെ ക്രെഡിറ്റ് should be on the basis of lectures per hour. ക്രെഡിറ്റുകൾ കൊടുക്കേണ്ടത് 1 hour lecture ഈസ് ഇക്വലൻ്റ് 1 credit എന്നുള്ളതായിരിക്കണം സങ്കല്പം. അല്ലാതെ ഇപ്പോൾ കൊടുക്കുന്ന 5 credit ഒന്നിന് 3 credit വേറൊന്നിനും എന്നുള്ള രീതിയിലല്ല. അത് മാറണം. എന്ന് മാത്രമല്ല, there should be a different scheme by which workload of teachers will have to be designed on the basis of actual working academic periods rather than lecture hours. ചർച്ച ചെയ്യേണ്ടുന്നൊരു കാര്യം മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത്. ലെക്ചർ അവേഴ്സ് അല്ല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അടിത്തറ. ലെക്ചർ അവേഴ്സ് എന്ന് പറയുന്നത് കുറയ്ക്കാവുന്നതാണ്. ബട്ട് കോണ്ടാക്ട് അവേഴ്സ് ഓഫ് ദി ടീച്ചർ വിത്ത് ദി സ്റ്റുഡൻറ്റ്, അതായിരിക്കണം വർക്ക് ലോഡിൻ്റെ അടിത്തറ. ഇതും ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന മറ്റൊരു കാര്യമാണ് എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കും. നന്ദി സർ. വർക്ക്ഷോപ്പിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷൻ സ്പെഷ്യൽ സെൽ റിസർച്ച് ഓഫീസർ ഡോക്ടർ ഷെഫീഖിനെ ക്ഷണിക്കുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര പരിഷ്കരണത്തിൻ്റെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. ആ പദ്ധതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അധ്യാപകരുടെ ഏറ്റവും ക്രിയാത്മകമായിട്ടുള്ള സഹകരണത്തോടും പിന്തുണയോടും കൂടി മാത്രം നമുക്ക് പൂർത്തിയാക്കാവുന്ന ഒരു പദ്ധതിയുമാണ്. അപ്പം ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടിക്കൊണ്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള ആദ്യ സെഷനിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ ഒരു വളരെ മെച്ചുവായിട്ടുള്ളൊരു ഡ്രാഫ്റ്റും നമ്മൾ ചർച്ചയ്ക്ക് വേണ്ടിക്കൊണ്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സെഷൻ തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. എന്നിൽ അർപ്പിതമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നന്ദി പറയാനാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ടീച്ചർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളുടെ പേരിലും ഏറ്റവും ഹാർദവമായ സ്നേഹോഷ്മമായിട്ടുള്ള ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് കുറേ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഔദ്യോഗികതയുടെ പേരില്ല, കാരണം ടീച്ചർ തന്നെയാണ് ഈ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാനത് വളരെ ഔദ്യോഗികമായിട്ട് പറഞ്ഞു എന്നുള്ളത്. ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ രാജൻ വർഗീസ് സാറാണ്. സാറും നമ്മുടെ എല്ലാ പദ്ധതികൾക്കും ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് നേതൃത്വം നൽകുന്ന വ്യക്തി എന്നുള്ള നിലക്കും സാറിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. 2 പ്രധാനപ്പെട്ട പ്രസൻറ്റേഷൻസാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഒരു 2 പെർസ്പെക്റ്റീവിലാണോ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ പല കൂട്ടിച്ചേരലുകളും അതുപോലെ തന്നെ വിയോജിപ്പുകളൊക്കെ ഉള്ളത്. എന്നാൽ നമ്മുടെ ചർച്ചയെ ഏറ്റവും സമ്പുഷ്ടമാക്കാവുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നു വന്ന 2 പ്രസൻറ്റേഷൻസ് വന്നു. ഒന്ന് നമ്മുടെ ആദരണീയനായ സുരേഷ് ദാസ് സാറും ഒന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ഗണേഷ് മാഷുമാണ്. ഇരുവർക്കും ഞങ്ങൾ ഈ ഇവിടെ പങ്കെടുത്തുള്ള എല്ലാ ആളുകളുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഇന്ന് ഈ ഉദ്ഘാടന സെഷനിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ നമ്മുടെ സർവകലാശാലകളിൽ നിന്നും അഫിലിയേറ്റഡ് കോളേജുകളിൽ നിന്നും വന്നിട്ടുള്ള എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും, അതുപോലെ തന്നെ SCRTയുടെ ഡയറക്ടറുണ്ട്, SLQSൻ്റെ ഡയറക്ടറുണ്ട്, ഇവിടെ പല അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകൾ, മാധ്യമപ്രവർത്തകർ അടക്കമുള്ള ആളുകൾക്ക് ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിച്ചതായിട്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി അറിയിക്കുകയാണ്. 2 അനൗൺസ്മെൻ്റ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഭക്ഷണം താഴെ ഡൈനിങ് ഹാളിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, അക്കോമഡേഷനുമായി ബന്ധപ്പെട്ട് ഇനി വേണ്ട ആളുകൾക്ക് നമ്മുടെ രജിസ്ട്രേഷൻ കൗണ്ടറുമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ബന്ധപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
അടുത്ത സെഷൻ നമ്മൾ കൃത്യം 2 മണിക്ക് തന്നെ ഈ ഹാളിൽ ആരംഭിക്കുന്നതാണ്. താങ്ക് യു. Thank you, Dr. Shetty.